എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു മിനി സ്റ്റഡി പ്ലാൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് സ്റ്റഡി പ്ലാൻ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട്, കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1 വീക്കിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ നടത്തി. ആ സ്റ്റഡി പ്ലാനിൽ നമ്മൾ പഠിച്ചത് ഏത് ഭാഗമായിരുന്നു? കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം നമ്മൾ മുഴുവനായിട്ട് എന്ത് ചെയ്തു? ഓരോ ദിവസവും ടോപ്പിക്കുകൾ ഒന്ന് കവർ ചെയ്തു, ഒരു സെക്ഷണൽ ടെസ്റ്റ് നടത്തി. അതിൻ്റെ ഫൈനൽ ടെസ്റ്റിൻ്റെ ഡിസ്കഷനാണ് നമ്മളിവിടെ നടത്തുന്നത് അല്ലേ. അപ്പോൾ 50 ചോദ്യങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ ആദ്യ ഭാഗത്തിൻ്റെ ടെസ്റ്റ് പാർട്ട് 1 നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗമാണ്. പാർട്ട് 2 ആണ് ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം. അപ്പോൾ നമുക്കിനി അധികം വൈകാതെ എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നോക്കൂ, ഈ സെക്ഷനിലെ ആദ്യത്തെ ചോദ്യം എന്താണ്? അടിയാർ ദീപം ഈസ് ദ ഒഫീഷ്യൽ മാഗസിൻ ഓഫ് വിച്ച് ഓർഗനൈസേഷൻ? ഇത് വേണമെങ്കിൽ ഒഫീഷ്യൽ മാഗസിൻ, ഔദ്യോഗിക മാസിക എന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് പറയാം? ഇവിടെ മൗത്ത് പീസ് എന്ന് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ചോദിക്കാം. മനസ്സിലാവുന്നത് എന്താണ് മൗത്ത് പീസ് എന്ന് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പം മൗത്ത് പീസ് എന്ന വാക്ക് വന്നാലും ഒഫീഷ്യൽ മാഗസിൻ എന്ന് വന്നാലും എന്ത് ചെയ്യുക? നിങ്ങൾ വളരെ കൃത്യമായിട്ടത് മനസ്സിലാക്കാനായിട്ട്, അതായത് ഒരു സംഘടനയുടെ മൗത്ത് പീസായിട്ട്, ഒഫീഷ്യൽ മാഗസിനായിട്ട് എന്ത് ചെയ്യാം? ഒരു മാഗസിൻ ഉണ്ടാകും. അപ്പോൾ അടിയാർ ദീപം ഇതിൽ ഈ പറയുന്ന സംഘടനകളിൽ ഏതിൻ്റെ ഒഫീഷ്യൽ മാഗസിൻ ആയിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. എന്താണ് ഉത്തരം? കൃത്യമായിട്ട് അറിയാമല്ലോ നിങ്ങൾക്ക്. പ്രത്യക്ഷ രക്ഷാദേവസഭ. എന്താണ് പ്രത്യക്ഷ രക്ഷാദേവസഭ എന്ന് പറയുന്നത്? PRDS എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നുണ്ടായിരുന്നു അല്ലേ. PRDSന്റെ മൗത്ത് പീസ് ആയിരുന്നു, ഒഫീഷ്യൽ മാഗസിൻ ആയിരുന്നു അടിയാർ ദീപം. ആരാണ് PRDS എന്ന് പറയുന്ന ഒരു സാമൂഹിക മതപരമായിട്ടുള്ള എന്നാൽ സാമൂഹികപരമായിട്ട് കൂടിയുള്ള ഒരു സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ആരംഭിക്കുന്നത്? അത് പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നെല്ലാം അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു അല്ലേ. എപ്പോഴാണ് PRDS എന്ന് പറയുന്ന ഈ ഒരു പ്രത്യക്ഷ രക്ഷാദേവസഭ ആരംഭിക്കുന്നത്? 1909 ആരംഭിക്കുന്നത് അല്ലെ. 1909 ആരംഭിക്കുന്നത്. അതിൻ്റെ മൗത്ത് പീസ് ആയിരുന്നു ഏത് എന്ന് പറയുന്നത്? നമ്മളുടെ അടിയാർ ദീപം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള മൗത്ത് പീസുകൾ അല്ലെ നമുക്കറിയാം. ഏതൊക്കെയായിരുന്നു? ഇപ്പൊ SNDP എടുത്തു നോക്കുകയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, SNDPയുടെ ആദ്യത്തെ ഒഫീഷ്യൽ മാഗസിൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? വിവേകോദയം ആയിരുന്നു അല്ലെ. വിവേകോദയമായിരുന്നു ആദ്യത്തെ മൗത്ത് പീസ് SNDPയുടെ അല്ലെ. ഇപ്പോഴത്തെ മൗത്ത് പീസ് ഏതാണ്? വിവേകോദയം ഇപ്പോൾ എന്താണ്, ഏത് പേരിലാണ് ഇപ്പോഴത്തെ മൗത്ത് പീസ് അറിയപ്പെടുന്നത്? യോഗനാഥം. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? യോഗനാഥം എന്ന പേരിലാണ്. അപ്പൊ വിവേകോദയമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് യോഗനാഥമാണ് അല്ലെ. യോഗനാഥമാണ്. വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാ പറയുക? സാധുജന പരിപാലന സംഘം ഉണ്ടായിരുന്നു അല്ലെ. അതിൻ്റെ മൗത്ത് പീസ് എന്തായിരുന്നു? സാധുജന പരിപാലിനി അല്ലെ. സാധുജന പരിപാലിനി. ഏത് വർഷമായിരുന്നു? 1913. ആരായിരുന്നു ആദ്യത്തെ എഡിറ്ററൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന? ആരാണ്? ശ്രീ CK കറുപ്പൻ അല്ലെ. ശ്രീ CK കറുപ്പൻ അല്ലെ. ഇത്തരത്തിൽ എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് കുറേയധികം ഓർത്ത് വെക്കാനുണ്ട് അല്ലെ. കുറേയധികം മാഗസിനുകളും അവയുമായി ബന്ധപ്പെട്ട സംഘടനകളും അതിൻ്റെ എഡിറ്റർമാരും ഇതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാനുണ്ട്. ഇപ്പം മംഗളോദയം എടുക്കുകയാണെന്ന് വിചാരിക്കും നിങ്ങൾ. ഞാൻ ജസ്റ്റ് ഓർമ്മ വരുന്ന ചില സാധനങ്ങൾ പറയുന്നതേ ഉള്ളൂ. മംഗളോദയം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏതാണ്? മംഗളോദയം വളരെ ഫേമസ് ആണ് അല്ലെ. ഏതാണ്? യോഗക്ഷേമ സഭ. നമ്പൂതിരിമാരെ മനുഷ്യന്മാരാക്കുക എന്ന മുദ്രാവാക്യവുമായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്ന യോഗക്ഷേമ സഭയാണ് ഇത്? മംഗളോദയം അല്ലെ. മംഗളോദയത്തിന്റെ എന്ത് വരുന്നത്? ഒരു മൗത്ത് പീസ് ആയിട്ട് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്നിച്ചു ചേർത്ത് ഓർത്ത് വെക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? പ്രത്യേകം കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? കൃത്യമാണല്ലോ? അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിൽ നിന്നും പഠിക്കേണ്ട കാര്യം എന്താണ്? പഠിക്കേണ്ട കാര്യം മാഗസിനുകൾ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ആ മാഗസിനുകളുടെ എഡിറ്റർമാരെ കുറിച്ച് എന്ത് ചെയ്യാം? ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. ആ മാഗസിനുകൾ ഏത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നും എന്ത് ചെയ്യാം? വേണമെങ്കിൽ ചോദ്യം വരാം. ഈ കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് ഒരു ലിസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ഹു വാസ്
ദ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് SNDP. SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരാളെ നമ്മൾ ഒഴിവാക്കണം. എന്താണ്? ഈ രണ്ട് ഓപ്ഷൻസ് നമ്മൾ ആദ്യം തന്നെ കളയണം. എന്താണ്? നണ്ണല്ല, നണ്ണാവാം ആവാതിരിക്കാം, എന്നാലും നണ്ണല്ല ഇതിൽ എന്തായാലും അല്ലെ. അപ്പൊ ശ്രീനാരായണ ഗുരുദേവനല്ല. കാരണം ശ്രീനാരായണ ഗുരു എന്താണ്? എക്കാലത്തെയും പ്രസിഡന്റ് അല്ലെ, എക്കാലത്തെയും പ്രസിഡന്റ് അല്ലെങ്കിൽ എക്കാലത്തെയും ചെയർമാൻ ആയിട്ട് ആരെയാണ് നമ്മൾ എടുക്കുന്നത്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ എല്ലാ കാലത്തെയും പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ് അല്ലെ. ഇനി നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ കുമാരനാശാന്റെ പോസ്റ്റ് എന്തായിരുന്നു? അദ്ദേഹമായിരുന്നു സെക്രട്ടറി. മനസ്സിലാവുന്നുണ്ട്? അദ്ദേഹം സെക്രട്ടറി. ഡോക്ടർ പൽപ്പു ആയിരുന്നു ഏത് സ്ഥാനത്തുണ്ടായിരുന്നത്? ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? കുമാരനാശാൻ വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് SNDP. ശ്രീനാരായണ ഗുരു ഈസ് ദ ഫോറെവർ പ്രസിഡന്റ് ഓഫ് SNDP. 1903 രൂപം കൊണ്ട് SNDPയുടെ ഡോക്ടർ പൽപ്പു ആണ് അടിസ്ഥാനപരമായിട്ട് SNDP എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? ശ്രീനാരായണ ഗുരുദേവന്റെ പേരിലാണ് SNDP എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹങ്ങളോട് കൂടിയിട്ട്, ബ്ലെസ്സിങ്സോട് കൂടിയിട്ട്, ശ്രീനാരായണ ഗുരുദേവന്റെ ബ്ലെസ്സിങ്സ് നേടിക്കൊണ്ട്, അനുഗ്രഹത്തോട്, അതായത് അനുവാദത്തോട് അദ്ദേഹം ഞാനിവിടെ ഒരു തേരാളിയായിട്ട് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് പക്ഷെ SNDP രൂപീകരിക്കുന്ന ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അപ്പോൾ അത് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കും. ഡോക്ടർ പൽപ്പു, അതായത് ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കണം, അതിൻ്റെ സ്ട്രക്ചർ തയ്യാറാക്കണം അല്ലേ, അതിനൊരു ഘടന വേണം, അത് ഏത് രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ പൽപ്പു ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പൽപ്പു ആണ് SNDP എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നത്? മുന്നിട്ടിറങ്ങുന്ന ആള്. ശ്രീനാരായണ ഗുരുദേവനാണ് അതിൻ്റെ വേണ്ട അനുഗ്രഹങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള മാർഗദർശനം നൽകിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കുമാരനാശാനായിരുന്നു ഫസ്റ്റ് സെക്രട്ടറി. ഡോക്ടർ പൽപ്പു ആയിരുന്നു ആദ്യത്തെ VP വൈസ് പ്രസിഡന്റ് എന്ന് ഓർക്കുക. കൃത്യമാണല്ലോ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നതാണ് ചോദ്യം. വിദ്യാപോഷിണി വാസ് എ കൾച്ചറൽ ഓർഗനൈസേഷൻ ലെഡ് ബൈ പൊയ്കയിൽ അപ്പച്ചൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ ആയിരുന്നു വിദ്യാപോഷിണി എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ബ്രഹ്മാനന്ദ ശിവയോഗി വാസ് ദ ഫൗണ്ടർ ഓഫ് ആനന്ദ മഹാസഭ എന്നതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ പൊയ്കയിൽ അപ്പച്ചനാണ് വിദ്യാപോഷിണി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന നയിച്ചത്. ആനന്ദ മഹാസഭയുടെ, അനന്തയല്ല ഇത് ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എന്ന് പറഞ്ഞു. നിങ്ങളോട് ഓർത്ത് വെക്കാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബ്രഹ്മാനന്ദ, ആനന്ദ ശിവയോഗി, ആനന്ദ മഹാസഭ അല്ലെ, ചേർത്ത് ഓർത്ത് വെക്കണമെന്ന് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അപ്പൊ അതറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി വിദ്യാപോഷിണി ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ ഒക്കെ തന്നെയാണ്. ഇറ്റ് ഈസ് ലെഡ് ബൈ സഹോദരൻ അയ്യപ്പൻ. ആരാണ്? സഹോദരൻ അയ്യപ്പൻ ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് സഹോദര സംഘം വിച്ച് പ്രൊമോട്ടഡ് മിശ്രഭോജനം, ഇന്റർ കാസ്റ്റ് മാരേജസ് എക്സെട്ര. സഹോദരൻ അയ്യപ്പൻ നമ്മളുടെ യുക്തിവാദം അല്ലെ, എത്തീസ്റ്റ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ യുക്തിവാദ സംഘം, റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. നിരീശ്വരവാദം എന്ന് പറയുന്നത് യുക്തിവാദം. പിന്നീട് അതിനെ പല ബ്രാഞ്ചുകളായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഈ യുക്തിവാദ ചിന്തയുടെയും മറ്റുമൊക്കെ വലിയ ഒരു പരിണതപ്രജ്ഞനായിട്ടുള്ള ഇത് മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം അവരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിലും മറ്റും മിശ്രഭോജനങ്ങൾ, ഇന്റർകാസ്റ്റ് മാരേജുകളൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആനന്ദ മഹാസഭയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1918 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ടി രാമപ്പണിക്കരായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സെക്രട്ടറി ടി രാമപ്പണിക്കരായിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലെങ്കിൽ ആലത്തൂർ ശിവയോഗി എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ വ്യക്തിയാണ് ഇതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി യോഗിനി ദേവി യോഗിനി ദേവി ആയിരുന്നു ഭാര്യ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഭാര്യ ആയിരുന്നു യോഗിനി ദേവി. വാസ് ദ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ്. അപ്പം ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു? യോഗിനി ദേവി. സെക്രട്ടറി ആരായിരുന്നു? ടി രാമപ്പണിക്കർ. ഏത് വർഷമാണ് ആനന്ദ മഹാസഭ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്? 1918 ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. കൃത്യമാണല്ലോ? റൈറ്റ്. ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. ഹു വാസ് ദ ദിവാൻ ഓഫ് ട്രാവൻകൂർ ഡ്യൂറിങ് വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത് അതിശക്തമായ ഒരു വളരെ ഓർത്തഡോക്സ് ആയിട്ട് ചിന്തിച്ചിരുന്ന ഒരു സ്റ്റോഞ്ച് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ആരായിരുന്നു അറിയാമോ നിങ്ങൾക്ക്? അദ്ദേഹം ടി രാഘവയ്യ ആണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്.
അത് നിങ്ങൾ പഠിക്കേണ്ട എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ. ഇനി തിരുവിതാംകൂറിൽ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് 924 മുതൽ 925 വരെയാണ് അല്ലെ. റീജന്റ് റാണിയുടെ സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടി അല്ലെ, റീജന്റ് റാണി എന്നറിയപ്പെടുന്ന സേതു ലക്ഷ്മിഭായ് തമ്പുരാട്ടിയുടെ സമയമാവുമ്പോഴാണ് ഇത് അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ ശ്രീമൂലം തിരുനാളുടെ കാലഘട്ടത്തിൽ തുടങ്ങുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റീജന്റ് റാണിയുടെ സമയത്താണ് ഇത് അവസാനിക്കുന്നത്. ആരായിരുന്നു? ടി രാഘവയ്യ ആയിരുന്നു ഈ സമയത്ത് ആരായിട്ടുണ്ടായിരുന്നത്? ദിവാനായിട്ടുണ്ടായിരുന്നത്. ഇനി ഈ റീജന്റ് റാണിക്കും ഈ ഒരു ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്ന രീതിക്ക് ഒരു എന്തുണ്ടായിരുന്നില്ല, അതിനോട് സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. ഈ രാഘവയ്യ ഈ ദിവാനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഹി റെഫ്യൂസ്ഡ് to allow low caste people to enter Hindu temples, a decision that directly led to the വൈക്കം സത്യാഗ്രഹം. ആദ്യം ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ അപേക്ഷയൊക്കെ സമർപ്പിക്കുന്നുണ്ട്, പക്ഷെ പിന്നീട് എന്താണ്, ഇത് സമ്മതിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ രാഘവയ്യെ ഇതിനെ വളരെ കൃത്യമായിട്ട് ഇതിനെ ഏറ്റവും അധികം എതിർത്തിരുന്ന ഒരു വ്യക്തികളുടെ ഒരാൾ രാഘവയ്യ ആയിരുന്നു. ഇദ്ദേഹം 920 ദിവാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുകയാണ്. ഹി വാസ് എ staunch orthodox Hindu. His refusal to introduce legislation for temple entry ഡെസ്പൈറ്റ് പെറ്റീഷൻസ് ഫ്രം ടി കെ മാധവൻ. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് ഏറ്റവും മുന്നിൽ നിന്ന ആൾ ആരെന്ന് ചോദിച്ചാൽ അത് ടി കെ മാധവൻ എന്ന പേര് ഓർക്കണം. ഇദ്ദേഹം വളരെ കൃത്യമായി ഇതിനെ എതിർത്തു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ദെൻ മേജർ ലീഡേഴ്സ് ഓഫ് വൈക്കം സത്യാഗ്രഹം ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവർ ആരാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല പല വ്യക്തികളെ ഇവർ പല ശ്രീ മന്നത്ത് പത്മനാഭൻ നടത്തിയിട്ടുള്ള ജാഥ നിങ്ങൾക്കറിയാം അല്ലെ. പെരിയാറിൻ്റെതായിട്ടുള്ള ചില റോളുകൾ, അകാലികളുടെ വരവ്, ഇങ്ങനെ പല പല ഘട്ടങ്ങൾ വൈക്കം സത്യാഗ്രഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗാന്ധിജിയുടേതായിട്ടുള്ള വരവ്, ഇങ്ങനെ ഇന്ത്യ ഒട്ടുക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം. പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ് അല്ലെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് വൈക്കം സത്യാഗ്രഹം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. എസ്പെഷ്യലി 1925 വൈക്കം സത്യാഗ്രഹം എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2025 എന്ന വർഷത്തിലാണ് നമ്മൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ 100 വർഷങ്ങളാണ് ആകുന്നത്. അതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമുകളിൽ കൂടുതൽ പ്രതീക്ഷിക്കുകയും വേണം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നതാണ് ചോദ്യം. ചില പ്രധാനപ്പെട്ട സമരങ്ങളാണ് ഇവിടെ തരുന്നത്. നോക്കൂ, കൽപ്പാത്തി സമരം വാസ് സപ്പോർട്ടഡ് ബൈ ദ ഓർഗനൈസേഷൻ ആര്യ സമാജം. ആര്യ സമാജത്തിന്റെ സപ്പോർട്ട് കൽപ്പാത്തി സമരത്തിന് ഉണ്ടായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ശുചീന്ദ്രം സത്യാഗ്രഹം വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫ്രീഡം മൂവ്മെന്റ്, ഫ്രീഡം മൂവ്മെന്റ് ഇൻ ദ നോർത്തേൺ പാർട്സ് ഓഫ് മലബാർ. വടക്കൻ മലബാറിൽ നടന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് സോറി ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റാണ്. വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, അതായത് നടക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സമരമായിരുന്നു. എവിടെയാണ്? നോർത്തേൺ പാർട്സ് ഓഫ് മലബാർ, വടക്കൻ മലബാറിലായിരുന്നു എന്നതാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. അങ്ങനെയായിരുന്നു എന്ന് പറയുന്നു. ദെൻ അക്കാളീസ് ഓഫ് പഞ്ചാബിൽ നിന്നുള്ള അക്കാളികൾ ദേ കെയിം ടു കേരള ഇൻ സപ്പോർട്ട് ഓഫ് വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹത്തിന്റെ സപ്പോർട്ടുമായിട്ട് അക്കാളീസ് വന്നു എന്ന് പറയുന്നു. ഞാൻ തൊട്ട് മുമ്പ് അത് പറഞ്ഞു പോയി അല്ലേ. ശരി, ഇരിക്കട്ടെ. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റുകളാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ ആൻസർ വരുന്നത്? നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ എടുത്ത് നോക്കാം. ആദ്യം തന്നെ ശുചീന്ദ്രം സത്യാഗ്രഹം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ വിചാരിക്കുന്നു. ശുചീന്ദ്രം എന്ന് പറയുന്നത് കന്യാകുമാരി, ഇപ്പോൾ കന്യാകുമാരിയിലുള്ള അന്നത്തെ കാലത്ത് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരിടമായിരുന്നു ശുചീന്ദ്രം. ഈ ശുചീന്ദ്രം ക്ഷേത്രത്തില് ഇത് എവിടെ? അപ്പോൾ സദേൺ പാർട്ടാണ് അല്ലെ, ഏറ്റവും തെക്ക് ഭാഗത്താണ്, നോർത്തേൺ പാർട്ട് അല്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ഈ ശുചീന്ദ്രം സത്യാഗ്രഹം 926 നടക്കുന്നത് ഒരു വലിയൊരു സോഷ്യൽ റിഫോം മൂവ്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു. അതായത് ഇതൊരു ഒന്നാമത്തെ കാര്യം, ഇതൊരു പൊളിറ്റിക്കൽ എന്താ പറയുക ആയിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇതെന്തായിരുന്നു? ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആയിരുന്നു നടന്നത്. പൊളിറ്റിക്കൽ അല്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എന്താണ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആയിരുന്നു ബേസിക്കലി. ഇതിന് ഇന്ത്യൻ എന്താ പറയുക ഫ്രീഡം സ്ട്രഗിൾ എന്ന തലത്തിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അടിസ്ഥാനപരമായിട്ട് എന്താണ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആയിരുന്നു എന്ന കാര്യം ആലോചിക്കുക. എന്തായിരുന്നു ഉദ്ദേശം? അതായത് ഈ ശുചീന്ദ്രത്തിലുള്ള ഒരു താണുമലയൻ ടെമ്പിൾ ഉണ്ട്. ഏതാണ്? താണുമലയൻ ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ എന്താ പറയുന്നത്, ചുറ്റുമുള്ള റോഡുകൾ, പബ്ലിക് റോഡുകൾ ഉണ്ടല്ലോ, പൊതുനിരത്തുകളുണ്ടല്ലോ, ഈ സ്ഥലങ്ങളിലൂടെ ലോവർ കാസ്റ്റ് ഹിന്ദുസ്, ക്രിസ്ത്യൻസ് ഇവർക്കൊന്നും നടക്കാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള സത്യാഗ്രഹം ആയിരുന്നു ശുചീന്ദ്രം സത്യാഗ്രഹം. ഓക്കെ ആണല്ലോ. ഇനി കൽപ്പാത്തി സമരം നോക്കൂ. കൽപ്പാത്തി സമരവും സിമിലർ ആയിട്ടുള്ള ഒരു രീതി തന്നെയായിരുന്നു. അതായത് കൽപ്പാത്തി സമരവുമായി ബന്ധപ്പെട്ടിട്ട് കൽപ്പാത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള പാതകളിലൂടെ തീണ്ടൽ ജാതിക്കാർക്ക് നടക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഇനി ഈ കൽപ്പാത്തി സമരത്തിന്റെ
സമരവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഇടപെടൽ നടത്തുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് ആര് തന്നെയായിരുന്നു? നമ്മളുടെ ആര്യ സമാജം തന്നെയായിരുന്നു. ആര്യ സമാജം, ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബാക്കി പലയിടങ്ങളിലും നിങ്ങൾക്ക് കാണാം, വൈക്കം സത്യാഗ്രഹം ആകട്ടെ, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം ആകട്ടെ, അവിടെ എല്ലാവിടെയും ഈ കാസ്റ്റ് ഹിന്ദുസ്, അതായത് കാസ്റ്റ് ഹിന്ദുസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സവർണർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഉയർന്ന ജാതിക്കാരായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ വൈക്കം സത്യാഗ്രഹമാകട്ടെ, ഗുരുവായൂർ സത്യാഗ്രഹമാകട്ടെ അതിന് പിന്തുണ ലഭിക്കുന്നുണ്ട്. ഈ കൽപ്പാത്തി സമരം എന്ന് പറയുന്നത് എസ്പെഷ്യലി പാലക്കാട് വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഇത് ചെയ്യുന്ന ഒരു വക്കീലൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ വഴിയിലൂടെ നടക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിനെ അവിടുത്തെ ബ്രാഹ്മണരും അവർ കൂട്ടാളികളും ചേർന്ന് വളരെയധികം തല്ലിച്ചതൊക്കെ ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ പാലക്കാട് ഏരിയയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ ഈഴവ ഫാമിലികളിലെയും മറ്റുള്ള പല ആളുകളും എന്ത് ചെയ്യുകയാണ്, അവര് ക്രിസ്തുമതം സ്വീകരിക്കുകയാണ്. ക്രിസ്തുമതം സ്വീകരിച്ച ഇവർക്ക് സുഖമായിട്ട് കൽപ്പാത്തിയിലെ ഈ പാതയിലൂടെ നടക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അവര് ആ പാതയിലൂടെ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുമതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് ഈ മതം മാറ്റം എന്നൊരു ഇഷ്യൂ കൂടി വന്നപ്പോൾ അത് ആര്യസമാജം അതിലേക്ക് ഇടപെടുകയാണ്. ആര്യസമാജം അതിലേക്ക് ഇടപെട്ടു. പണ്ട് മുതലേ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു അല്ലെ, ശുദ്ധി മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു സമാജമായിരുന്നു ആര്യസമാജം. അപ്പോൾ ഇവരെന്ത് ചെയ്യുകയാണ്, ഇനിയും കൂടുതൽ ആളുകൾ അങ്ങോട്ട് ക്രിസ്ത്യൻ മതത്തിലേക്ക് ഉടനെ തന്നെ മാറാൻ പോകുകയാണ് എന്നൊരവസ്ഥ വന്നപ്പോൾ ആര്യസമാജം അതിലേക്ക് ഇടപെട്ടിട്ട് എന്ത് ചെയ്യുകയാണ്, ഇവരുമായിട്ട് ആദ്യം ചർച്ച നടത്തും. അവിടുത്തെ ബ്രാഹ്മിൺസ് ആയിട്ടുള്ള ആളുകൾ അവരുമായിട്ട് കൽപ്പാത്തിയിലെ ആളുകളോട് ചർച്ച നടത്തും. അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല. അതിനെ തുടർന്ന് ആര്യസമാജമായിട്ടൊരു ഓഫീസ് തുറക്കും. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്, പിന്നീട് തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന ആര്യസമാജം മാത്രം അവിടെ പ്രവർത്തിച്ചു എന്നല്ല കേട്ടോ, ഒരുപാട് ആളുകൾ, ഒരുപാട് വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളും എല്ലാവരും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിൽ ഞാൻ പറഞ്ഞതാണ്, ആര്യസമാജവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആര്യസമാജം അവിടെ ഈ ഒരു രീതിയിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കുക. ഈ കൽപ്പാത്തി പ്രക്ഷോഭം, ഇറ്റ് റെഫേഴ്സ് ടു ദ സ്ട്രഗിൾസ് റിലേറ്റഡ് ടു ദ കൽപ്പാത്തി കമ്മ്യൂണിറ്റി which were part of the broader Kerala Renaissance and included social revolt against caste discrimination and other issues. അപ്പോൾ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ആ വഴിക്ക് നടക്കാനുള്ള അവകാശമൊക്കെ നേടുന്നുണ്ട്. അവിടെ വലിയ സംഘർഷങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ, അതും കൂടി നിങ്ങൾ ആലോചിക്കും. പെട്ടെന്ന് അങ്ങനെ ലഭിച്ച ഒരു അവകാശമായിരുന്നില്ല. ദെൻ വൺ സിഗ്നിഫിക്കൻറ്റ് ഇവന്റ് വാസ് അനദർ സിഗ്നിഫിക്കൻറ്റ് ഇവന്റ് കല്ലുമാല സമരമായിരുന്നു. അതായത് 1915 ഇതിൽ അയ്യങ്കാളിയൊക്കെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. പെരിനാട് ലഹള എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. പുലയ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് എന്താണ് ഈ കല്ലുമാല ധരിക്കുക എന്നൊരു രീതിയുണ്ട്. അത് പൊട്ടിച്ചെറിയാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഒരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്, അത് ആവശ്യമില്ല എന്ന് പറയുന്നു. പിന്നീട് ഇതൊക്കെ വലിയൊരു ലഹളയായിട്ട് മാറും. അതൊക്കെ ലഹള എന്ന് വെച്ചാൽ പ്രക്ഷോഭമായിട്ട് മാറുന്നുണ്ട്. പെരിനാട് ലഹള, കല്ലുമാല സമരം എന്നീ പേരുകളിലൊക്കെ ഇതാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഈ ഫാക്ടുകളൊക്കെ എന്ത് ചെയ്യുക, കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഓർത്ത് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഡേഴ്സ് ഈസ് ഓർ ആർ അസോസിയേറ്റഡ് വിത്ത് ഗുരുവായൂർ സത്യാഗ്രഹ? കെ ഗോപാലൻ ഉണ്ടോ? ഉണ്ട്. കേളപ്പൻ ഉണ്ടോ? ഉണ്ട്. ടി സുബ്രഹ്മണ്യ തിരുമുമ്പ് ഉണ്ട്. മന്നത്ത് പത്മനാഭൻ ഉണ്ട്. എല്ലാവരും ഉണ്ട് അല്ലേ. നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്? എന്തോ ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നത്? ടു സെക്യൂർ റൈറ്റ് ഓഫ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ടു എൻറ്റർ ദ ഗുരുവായൂർ ടെമ്പിൾ. ഗുരുവായൂരിന് ക്ഷേത്ര പ്രവേശനം നടത്തണം അല്ലെ, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട എന്തായിരുന്നു, ഒരു ആവശ്യമായിരുന്നു. സത്യാഗ്രഹം നടക്കുന്നത് 1931-32 കാലഘട്ടത്തിലാണ്. ഉടനെ തന്നെ സക്സസ്ഫുൾ ആകുന്നുണ്ടോ? ഇല്ല അല്ലെ. പിന്നീട് വളരെയധികം കാലഘട്ടം കഴിഞ്ഞ ശേഷമാണ് തുറന്നു കൊടുക്കുന്നത്. പക്ഷെ ഇത് വലിയൊരു എന്തുണ്ടാക്കുന്നുണ്ട്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അല്ലെ. തിരുവിതാംകൂറിലെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ഇത് കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഗുരുവായൂർ. എന്നിരുന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, അതിശക്തമായിട്ടുള്ള സമരം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ സത്യാഗ്രഹം എന്ത് ചെയ്തു, നടന്നു 1930-32. അത് അപ്പോൾ സക്സസ്ഫുൾ ആകുന്നില്ല. പിന്നീട് ഗാന്ധിജിക്ക് ഇടപെട്ട് എന്ത് ചെയ്യുന്നത്, നിർത്തലാക്കുന്നുണ്ട് അല്ലെ, നിർത്താൻ പറയുന്നുണ്ട്. Volunteers, including both upper and lower caste individuals, participated in peaceful protest, public meetings and processions, often chanting Sankirtana, devotional singing നടത്തിക്കൊണ്ട് വിവിധ മതങ്ങളിൽപ്പെടുന്ന ആളുകൾ ഒരുമിച്ച് എന്താണ്, 3 ജാതികളിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും, കൈകോർത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്, നടയിലേക്ക് പോവുക. അവരെ മർദ്ദനത്തിനിരയാവുന്നുണ്ട്. അന്ന് വോളണ്ടിയേഴ്സിനെ നയിച്ചിട്ടുണ്ടായിരുന്നത് AK ഗോപാലൻ, AKG ആയിരുന്നു അന്ന് വോളണ്ടിയേഴ്സിനെ നയിച്ചത്. വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ ആയിരുന്നു AKG ആയിരുന്നു. അദ്ദേഹം വലിയ മർദ്ദനത്തിന് വിധേയനാകുന്നുണ്ട്. P കൃഷ്ണപിള്ള അന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഗുരുവായൂരിലെ മണി
കയറി അടിക്കുന്നുണ്ട് അല്ലെ. അതിനെ തുടർന്ന് അവിടുത്തെ കാസ്റ്റ് ഹിന്ദുസ് പി കൃഷ്ണപിള്ള എന്ത് ചെയ്യുന്നുണ്ട്, തല്ലി ചതയ്ക്കുന്നുണ്ട്. എന്നിട്ട് പി കൃഷ്ണപിള്ള പറഞ്ഞ ഒരു വാചകം ഭയങ്കര ഫേമസ് ആണ് അല്ലെ, ഉശിരുള്ള നായർ എന്ത് ചെയ്യും, ഉശിരുള്ള നായർ മണിയടിക്കും. വേറൊരു ലൈന് കൂടിയിട്ട് അതിന്റെ കൂട്ടത്തിൽ, പക്ഷേ മൂപ്പര് പറഞ്ഞ എന്താണ്, ഏതോ ഒരു നായർ വേറെന്തോ ചെയ്യും, പക്ഷെ ഉശിരുള്ള നായർ എന്ത് ചെയ്യും, മണിയടിക്കും എന്ന് പറഞ്ഞിട്ട് പി കൃഷ്ണപിള്ള എന്ത് ചെയ്യുന്നുണ്ട്, അന്ന് കളിയാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ രീതിയിൽ വളരെ ശക്തമായ സമരങ്ങൾ കണ്ട ഒരു ഇടം കൂടിയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ദ മൂവ്മെന്റ് വാസ് ഇവൻച്വലി സക്സസ്ഫുൾ. ഉടനെ സക്സസ്ഫുൾ ആയിട്ടില്ല എന്ന് പ്രത്യേകം ആലോചിക്കുക. അവസാനം സക്സസ്ഫുൾ ആകുന്നുണ്ട് ഇൻ ഹൈലൈറ്റിംഗ് ദ ഇഷ്യൂ ഓഫ് ടെമ്പിൾ എൻട്രി ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഓവറോൾ ഫൈറ്റ് അഗൈൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഇത് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയി നോക്കുന്ന സമയത്ത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936 നടക്കുന്നതിലേക്ക് ഒരു എനർജി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക, ഓർക്കാൻ. ഇത് പക്ഷേ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ട്രാവൻകൂറിലാണ് നടക്കുന്നത്, ഗുരുവായൂർ കൊച്ചി രാജ്യത്തിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. Who was the leader of Yajana Yatra which aimed to enable poor children to get educated? നോക്കൂ, ഇവയെല്ലാം PYQസും കൂടിയാണ്. ഞാൻ ഈ പറയുന്ന ഡേറ്റ ആകട്ടെ, ചോദ്യങ്ങളാകട്ടെ, ഇവയെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് തന്നിട്ടുള്ളത്. പല തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ വീണ്ടും വീണ്ടും ചോദ്യങ്ങളായിട്ട് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങൾ ഉറച്ച് പഠിച്ചു പോവുക. യാചനയാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെയധികം ഫേമസ് ആണ്. ശ്രീ VT ഭട്ടത്തിരിപ്പാടാണ് യാചനയാത്ര അതിന് നേതൃത്വം കൊടുക്കുന്നത്. 1931 അദ്ദേഹം നടത്തുന്ന ഈ യാത്ര തൃശ്ശൂരിൽ നിന്ന് തുടങ്ങിയിട്ട് ചന്ദ്രഗിരിപ്പുഴ വരെ ആണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം നടക്കുന്നത്. അതൊരു ബെഗിങ് മാർച്ചാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റേസ് അവയർനെസ് അല്ലെ, ഒരു എന്തുണ്ടാക്കുക, അവബോധം ഉണ്ടാക്കുക അല്ലെ. ടു എനേബിൾ പുവർ ചിൽഡ്രൻ ടു റിസീവ് എൻ എഡ്യൂക്കേഷൻ. പാവപ്പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അദ്ദേഹം ഇത് നടത്തുന്നത്. നിങ്ങൾക്കറിയാം അല്ലേ, അദ്ദേഹം വിദ്യാഭ്യാസം എന്നുള്ള ഒരു അപ്പൻ നമ്പൂതിരി ആയിരുന്നു അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരു ചെറിയ കുട്ടിയാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ഒരു എന്താ പറയുക, ഒരു സംശയം ഒരു കടലാസിൽ സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടി ചോദിക്കുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് അതിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ഒരു മനസ്സ് മൊത്തം അങ്ങ് മാറിയിട്ട് എനിക്ക് എന്താണ്, ഒരു ചെറിയ കുട്ടിക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ പോലും എനിക്ക് പറ്റില്ലല്ലോ എന്ന ഒരു സ്വബോധം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് അല്ലെ. ഒരു വലിയ റിയലൈസേഷൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യുകയാണ്, അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ ആകെ മാറ്റിമറിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അറിയാമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യാചനയാത്ര 1931 നടത്തിയത് നമ്മൾ പ്രത്യേകം ഓർക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. മംഗളസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല. മംഗളസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല. അനദർ PSC ക്വസ്റ്റ്യൻ. ഈ പ്രശസ്തമായിട്ടുള്ള വാചകം ഉദ്ധരണി പറഞ്ഞത് ആരാണ്? പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലം. അദ്ദേഹം കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ സാമൂഹിക വിപ്ലവങ്ങളിൽ ഉയർന്ന് ഉച്ചത്തിൽ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു വനിതയുടെ പേരായിരുന്നു പാർവതി നെന്മേനി മംഗലം അല്ലെ. പാർവതി നെന്മേനി മംഗലം, ഷി വാസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ബിഹൈൻഡ് ദ ഫൗണ്ടേഷൻ ഓഫ് അന്തർജന സമാജം. ഏതാണ് അന്തർജന സമാജം? ഷി വാസ് ബോൺ ഇൻ 1911. എവിടെയാണ് അവർ ജനിക്കുന്നത്? നടവരമ്പത്ത് നല്ലൂർ ഇല്ലത്തിലാണ് ജനിക്കുന്നത്. ഇരിങ്ങാലക്കുടയാണ്, തൃശ്ശൂർ ഇരിങ്ങാലക്കുടയുടെ അവിടെയുള്ള നടവരമ്പത്ത് നല്ലൂർ ഇല്ലത്തിലാണ് ഇവർ ജനിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വിഷ്ണു നമ്പൂതിരിയുടെയും സരസ്വതി അന്തർജനത്തിൻ്റെയും മകളായി ജനിക്കുന്ന ശ്രീ പാർവതി നെന്മേനിമംഗലം, അവർക്ക് ഈ നെന്മേനിമംഗലം എന്ന് പറയുന്ന പേര് അവർക്ക് കിട്ടാനായിട്ടുള്ള കാരണം വാസുദേവൻ നമ്പൂതിരി, ഇവരാണ് ചേറ്റുപുഴയിൽ നെന്മേനിമംഗലം ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരി അവർ വിവാഹം കഴിക്കുന്നതിന് ശേഷമാണ് നെന്മേനിമംഗലം എന്നുള്ള ഒരു പേര് അവർക്ക് എന്ത് ചെയ്യുന്നത്, ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അന്തർജന സമാജം എന്ത് ചെയ്യുകയാണ്? ശ്രീ പാർവതി നെന്മേനിമംഗലത്തിന്റെ വീട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നത്? അതേവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് രൂപീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പാർവതി നെന്മേനിമംഗലമാണ് നമ്പൂതിരി ബില്ല് കൊണ്ടുവരുന്നുണ്ട്. കൊച്ചി രാജ്യത്ത് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമ്പൂതിരി ബിൽ കൊണ്ടുവരുന്ന സമയത്ത് ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്ന ആരെയാണ്? അന്തർജനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്പൂതിരിമാരുടെ ഭാര്യമാരായിട്ടുള്ള ആളുകളാണ്, വേളികളാണ് അന്തർജനങ്ങൾ. ഈ അന്തർജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പാർവതി നെന്മേനിമംഗലത്തിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ദെൻ ഒരു സ്ഥലത്ത് കൂടി പാർവതി നെന്മേനിമംഗലത്തിന്റെ പേര് കേൾക്കാറുണ്ട്. എവിടെയാണ്? ഷി വാസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഫസ്റ്റ് വിഡോ റീമാരേജ്. ആദ്യത്തെ വിധവാ വിവാഹം, അതിൽ പുനർവിവാഹം, അത് നമ്പൂതിരി സമുദായത്തിനുള്ളിൽ ഒരിക്കലും നടക്കാത്ത കാര്യമായിരുന്നു. അതായത് വളരെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ വിവാഹം കഴിക്കപ്പെടുന്ന പല നമ്പൂതിരി പെൺകുട്ടികളും കല്യാണം കഴിക്കുന്നത് നമുക്ക് നേരത്തെ ഞാൻ ഫസ്റ്റ് പാർട്ടിലും പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലെ. നമ്പൂതിരിമാരുടെ അന്നത്തെ രീതി അനുസരിച്ച് ആദ്യത്തെ മൂത്ത നമ്പൂതിരി കല്യാണം കഴിക്കും, ബാക്കിയൊക്കെ അപ്പൻ നമ്പൂതിരിമാരായിട്ടായിട്ട് ജീവിക്കുക. അവർക്ക് സംബന്ധങ്ങളില്ല, അവർക്ക് കല്യാണങ്ങളില്ല.
അതുകൊണ്ട് തന്നെ വളരെ പ്രായമായിട്ടുള്ള ചില ആളുകളെ കൂടി എന്ത് ചെയ്യും, ചില വീടുകളിൽ നിന്ന് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടി കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന വളരെ വയസ്സായിട്ടുള്ള മൂത്തൊരു നമ്പൂതിരിക്കായിരിക്കും. ആളൊക്കെ ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ജീവിതം ദുസ്സഹമാണ്. അതായത് അവർക്ക് ഒരു ശുഭകാര്യങ്ങളിലേക്ക് പലരും തല മൊട്ടയടിച്ച് പലരും ജീവിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. വെള്ള വസ്ത്രം ധരിച്ച് പല ആളുകളും വീടിന് പുറകിലേ ജീവിക്കുള്ളൂ. ഒരിക്കലും മുഖം എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ അവിടേക്കോ വീടിന് മുന്നിലേക്കോ വരാൻ പോലും പറ്റാതെ ജീവിച്ച ആളുകളാണ് നമ്പൂതിരി സ്ത്രീകളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്താണ് VT ഭട്ടതിരിപ്പാട് എഴുതുന്നത്? ഇവരുടെ എല്ലാവരുടെയും എന്താ പറയുക അനുഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പൊ ഈ രീതിയിൽ ഉണ്ടായിരുന്ന എന്താ പറയുക നമ്പൂതിരി സ്ത്രീകളെ മോചിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ടാണ് വിധവാ വിവാഹങ്ങൾ, വിഡോ റീമാരേജുകൾ ശക്തമായിട്ട് തുടങ്ങുന്നത്. ഇതിന് മുന്നിട്ട് നിൽക്കുന്നത് ആദ്യത്തെ ദ ഫസ്റ്റ് നമ്പൂതിരി വിഡോ റീമാരേജ് വാസ് ഓൺ 13th September 1934 ബിറ്റ്വീൻ MRB എന്ന് പ്രശസ്തനായിട്ടുള്ള MR ഭട്ടതിരിപ്പാടും ഉമാ അന്തർജനവുമാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വിവാഹിതരാകുന്നത്. ഇത് VT ഭട്ടതിരിപ്പാടിന്റെ വീട്ടില് എവിടെയാണ് രസിക സദനം, രസിക സദനത്തിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഇത് നടക്കുന്നത്. രസിക സദനത്തിൽ വെച്ച് VT ഭട്ടതിരിപ്പാടിന്റെ വീടിന്റെ പേരാണ് രസിക സദനം. വളരെ ഫേമസ് ആണ്, ചോദിച്ചിട്ടുണ്ട്. MRB എന്നറിയപ്പെടുന്ന MR ഭട്ടതിരിപ്പാടും ഉമാ അന്തർജനവുമാണ് ഇങ്ങനെ വിഡോ റീമാരേജിൽ വിവാഹിതർ ആകുന്നത്. പ്രത്യേകം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ എന്താണെന്നുള്ളത്. മാച്ച് ദ ഫോളോയിങ്. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശൈവപ്രകാശ സഭ ആരാണ്? തൈക്കാടയ്യ അല്ലെ. ആനന്ദ മഹാസഭ നമ്മൾ കുറച്ചു മുന്നേ കണ്ടതേ ഉള്ളൂ, ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാസംഘം അറിയാലോ, വാഗ്ഭടാനന്ദരായിരുന്നു. കല്യാണദായിനി സഭ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ അല്ലെ. നമ്മൾ കുറച്ചു മുന്നേ ഇതിലെ ചിലതൊക്കെ ഓൾറെഡി നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള ഓർഗനൈസേഷൻസും അവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളും സ്ഥിരമായി ചോദ്യം വരുന്നൊരു ഭാഗമാണ്, ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശൈവപ്രകാശ സഭ തൈക്കാടയ്യയും അതുപോലെ തന്നെ ആരാണ്? മനോമണിയം സുന്ദരൻ പിള്ളയും അല്ലെ. നമ്മൾ ഇതിന്റെ PDF നമ്മൾ ഓൾറെഡി എവിടെ ആഡ് ചെയ്തിട്ടുണ്ട്? ടെലിഗ്രാം ഗ്രൂപ്പിൽ, അക്കാഡമിക്സ് PSC എന്ന പേരുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് മുഴുവൻ വെറുതെ നിങ്ങൾക്ക് വായിച്ചു തരാൻ നിൽക്കാതെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളുടെ എന്താ പറയുക സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായി കോഴ്സ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾ നമ്മൾ നടത്തുമ്പോഴൊക്കെ ഇതുമായി ബന്ധപ്പെട്ട PDF ഡിസ്കഷൻസും നമ്മൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതുകൂടി ജസ്റ്റ് എന്ത് ചെയ്യുകയാണ് പറഞ്ഞ് പോവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശരി, നോക്കൂ, തൈക്കാടയ്യ അല്ലെ, co-founded by തൈക്കാടയ്യ. അതിനോടൊപ്പം ആര് കൂടി ഉണ്ടായിരുന്നു? മനോമണിയൻ സുന്ദരൻ പിള്ള കൂടി ഉണ്ടായിരുന്നു അല്ലെ. ഇനി എന്തായിരുന്നു ശൈവപ്രകാശ സഭയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ? ഒന്ന് ശൈവിസം പ്രചരിപ്പിക്കുക എന്നുള്ളത്, മറ്റൊന്ന് തമിഴ് ലാംഗ്വേജ്. നോക്കൂ, ഈ നമ്മൾ ആ സമയത്ത് ഈ പ്രദേശങ്ങളിൽ തമിഴ് സംസാരിക്കുന്ന ആളുകൾ മൈനോറിറ്റികളായിരുന്നു അല്ലെ. അപ്പൊ അവരുടേതായിട്ടുള്ള എന്ത് ചെയ്യുകയാണ്, ഒരു തലത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ് ഇത് വളരുന്നത്. പിന്നെ ആനന്ദ മഹാസഭ നമുക്കറിയാം അല്ലെ, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. 1918 രൂപീകരിക്കപ്പെടുന്നു എന്ന കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അൺടച്ചബിലിറ്റി അല്ലെ, ഐഡൽ വർഷിപ്പ്, ഇത്തരത്തിൽ പല പല കാര്യങ്ങൾ, കാസ്റ്റ് സിസ്റ്റം അല്ലെ, അതുപോലെ തന്നെ ഈ ലഹരി വസ്തുക്കൾ ഒഴിവാക്കൽ, ഇങ്ങനെ പല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആനന്ദ മഹാസഭ പ്രവർത്തിച്ചിട്ടുണ്ട്. ആത്മവിദ്യാസംഘം ആരായിരുന്നു? വാഗ്ഭടാനന്ദനായിരുന്നു അത് ആരംഭിക്കുന്നത്. ഈ വാഗ്ഭടാനന്ദനുമായി അല്ലെങ്കിൽ ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ പ്രവർത്തിച്ചിരുന്ന മറ്റൊരു വ്യക്തിയാണ് K ദേവയാനി എന്നറിയപ്പെടുന്ന, പിന്നീട് കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് വളരെ പ്രശസ്തയായിട്ടുള്ള K ദേവയാനി എന്ന് പറയുന്ന അവർ. അതും കൂടി എന്ത് ചെയ്യുക, ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. K ദേവയാനിയുടെ എനിക്ക് കൃത്യമായിട്ടുള്ള കണക്ഷൻ ഓർമ്മയില്ല. K ദേവയാനിയുമായിട്ട് EK നായനാരുടെ ചേട്ടന് എന്തൊരു ബന്ധമുണ്ട്. അത് എങ്ങനെയായിരുന്നു? ഈ K ദേവയാനിയുടെ ആരെയോ വിവാഹം കഴിക്കുക, അങ്ങനെ എന്തോ ഒരു ബന്ധമാണ്. മനസ്സിലാവുന്നു, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല എന്താണെന്നുണ്ടെങ്കിൽ EK നായനാർക്കൊരു ബന്ധം ഈ രീതിയിൽ എന്തോ ഉണ്ട് എന്ന് എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട്, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ശരി, പോട്ടെ. ഇനി കല്യാണദായിനി സഭ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. 1910 പണ്ഡിറ്റ് KP കറുപ്പിന്റെ പ്രധാനപ്പെട്ട രചനകളെ കുറിച്ച് സ്ഥിരം ചോദ്യം വരാറുണ്ട്. അത് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ ആണേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ? SNDP was founded by Sri Narayana Guru on May 15, 1903. The first mirror consecration in South India was performed by Sri Narayana Guru at Kalavangodi temple known as Kannadi Pradishta. The term Eezhava Gazette was nicknamed for Vivekodayam, a prominent Malayalam literary magazine founded in 1904. നോക്കൂ, ഇത് കുറച്ച് കൺഫ്യൂസിങ് കാര്യങ്ങളുണ്ട്.
ഒന്ന് SNDP ഫോണ്ടഡ് ബൈ ശ്രീനാരായണ ഗുരു. അത് ആക്ച്വലി നമ്മൾ തെറ്റായിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താ, നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ആരാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഡോക്ടർ പത്മനാഭൻ പൽപ്പു ആണ്. നോക്കൂ, ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ, SNDP യോഗം ആരംഭിച്ചത് ശ്രീനാരായണ ഗുരു എന്ന് പലപ്പോഴും നമ്മൾ പറയണം. പക്ഷേ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഡോക്ടർ പൽപ്പു ആണ് അത് ആരംഭിക്കുന്നത്. ബേസിക്കലി മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി PSCയുടെ ചോദ്യങ്ങളിൽ അവർ ഏത് രീതിയിൽ ഈ ചോദ്യം ഇടുമെന്ന് നമുക്ക് പറയാൻ ഉറപ്പില്ല. അവർ ശ്രീനാരായണ ഗുരു എന്ന ആൻസർ വരുന്ന രീതിയിലേക്കാണ് ഇത് ഇടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രീനാരായണ ഗുരുവിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്തോടു കൂടി, അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ആശീർവാദത്തോടും കൂടിയിട്ട് എല്ലാ കാലത്തെയും പ്രസിഡന്റ് അദ്ദേഹം ആയിരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടാണ് SNDPയുടെ തുടക്കം. SNDP എന്ന് പറയുന്ന യോഗത്തിന്റെ ജീവാത്മാവും പരമാത്മാവും ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. അതിലൊന്നും ഒരു സംശയവുമില്ല. ഞാൻ പറയുന്നത് ടെക്നിക്കലായിട്ട് ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയും, ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഡോക്ടർ പത്മനാഭൻ പൽപ്പു. ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം അത്രയും വലിയൊരു വ്യക്തി കൂടിയാണ്, നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് ആര്, ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത്. 1903 ചെയ്തത് അല്ലേ, വിത്ത് ശ്രീനാരായണ ഗുരു സെർവിങ് ആസ് ഇറ്റ്സ് ഫസ്റ്റ് പ്രസിഡന്റ് ആൻഡ് ലൈഫ് ലോങ് ചെയർമാൻ. മനസ്സിലാവുന്നുണ്ട്? ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ ഫസ്റ്റ് മിറർ കോൺസെക്രേഷൻ ചെയ്യുന്നത് അയ്യ വൈകുണ്ഠർ ആയിരുന്നു അല്ലെ, വൈകുണ്ഠ സ്വാമികളായിരുന്നു, അയ്യ വൈകുണ്ഠർ ആയിരുന്നു. എപ്പോഴാണ്? 1830s ഇദ്ദേഹം ഇത് ചെയ്യുന്നുണ്ട് അല്ലെ. അയ്യ വഴിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അല്ലെ. അയ്യ വൈകുണ്ഠരുടെ ഹിസ്റ്ററിയും സ്വാതി തിരുനാളുമായിട്ടുള്ള ഹിസ്റ്ററി അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. ദെൻ 1927 എന്ത് ചെയ്യുന്നുണ്ട്? ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യുന്നുണ്ട്? ഹി കോൺസെക്രേറ്റഡ് അനദർ ഒരു കണ്ണാടി പ്രതിഷ്ഠ കൂടി അദ്ദേഹം തുടങ്ങുന്നുണ്ട്. ഓം ശാന്തി എന്ന മെസ്സേജ് എന്താണ് അതിൽ എഴുതിക്കൊണ്ടാണ് ചെയ്യുന്നത് അല്ലെ. അത് അദ്വൈത വേദാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്തായിരുന്നു, യൂണിറ്റി അല്ലെ, പ്രകൃതി പുരുഷ പ്രകൃതി, ഈ ആശയങ്ങളൊക്കെ വരുന്ന ഓം ശാന്തി എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൂടി ഇതിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈഴവ ഗസറ്റ് നമുക്കറിയാം, ഓൾറെഡി ചർച്ച ചെയ്തതാണ്. വിവേകോദയം തന്നെയാണ്, സംശയമൊന്നുമില്ല. 1904 തന്നെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അപ്പോൾ ഈ പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 3 മാത്രമാണ് അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. ഇനി ഈഴവ മെമ്മോറിയൽ സമയത്ത് ഇന്ത്യൻ വൈസ്രോയ്, ഏത് ഈഴവ മെമ്മോറിയൽ സമയത്ത്? സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ സമയത്ത്. അത് പ്രത്യേകം ഓർക്കണം. മലയാളത്തിലേക്ക് വന്നപ്പോൾ അതെന്ത് ചെയ്തു? PSCയെ പോലെ തന്നെ ഞങ്ങളും ചെയ്തു അല്ലേ. മലയാളത്തിലേക്ക് മാറ്റിയപ്പോൾ എന്ത് ചെയ്തു? കുറച്ച് കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവന്നു. നോക്കൂ, ലോർഡ് കഴ്സൺ ആയിരുന്നു സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ സമയത്ത് വൈസ്രോയ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സെക്കൻഡ് ഈഴവ മെമ്മോറിയലിന്റെ പ്രത്യേകത എന്താ? കാരണം സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ 1900 അവതരിപ്പിക്കപ്പെടുകയാണ്. ഈ സമയത്ത് ലോർഡ് കഴ്സൺ കേരള സന്ദർശനം നടത്തുന്നു. അദ്ദേഹത്തിന് ഇത് സമർപ്പിക്കപ്പെടുന്നു. കാരണം ഫസ്റ്റ് ഈഴവ മെമ്മോറിയൽ 1896 സമർപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന് അനുകൂലമായി ഒരു കമൻറ്റും വരുന്നില്ല. ഈഴവ കമ്മ്യൂണിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസം അപ്പോഴേക്കും നല്ലപോലെ നേടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈഴവ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ രാഷ്ട്രീയപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ട് അവർ മുന്നിലേക്ക് വരാൻ തുടങ്ങുന്നു. പക്ഷേ രാഷ്ട്രീയപരമായിട്ടാകട്ടെ, എംപ്ലോയ്മെന്റ് ജോലിപരമായിട്ടാകട്ടെ, അവരുടെ സർക്കാർ ജോലികളൊന്നും അവർക്ക് റെപ്രസെൻറ്റേഷൻ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെടുന്നത്. ഇനി ഇത് ഗവൺമെന്റ് ഇത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് 900 ലോർഡ് കഴ്സൺ ഇവിടേക്ക് വരുന്ന സമയത്ത് എഗെയിൻ സമർപ്പിക്കുന്നു. പക്ഷേ ലോർഡ് കഴ്സൺ എന്താ പറയുന്നത്? ഇത് നാട്ടുരാജ്യത്തിൻ്റെതായിട്ടുള്ള ഇന്റേണൽ മാറ്റർ ആണ്, ഞാൻ അതിൽ ഇടപെടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? അക്കാമ ചെറിയാൻ വാസ് ഇലക്ടഡ് അൺഒപ്പോസ്ഡ് ടു ദ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ 1947. എതിർപ്പില്ലാതെ എന്ത് ചെയ്തു? തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അക്കാമ ചെറിയാൻ എന്ന് പറയുന്നു. ദ ഓൺലി ഷെഡ്യൂൾഡ് കാസ്റ്റ് SC വിമൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി വാസ് ദക്ഷായണി വേലായുധൻ എന്ന് പറയുന്നു. ആണോ? എന്താണ് ഈ 2 കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണെന്നാണ് തോന്നുന്നത്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവ രണ്ടും. അക്കാമ ചെറിയാൻ, ഷീ ഗോട്ട് ഇലക്ടഡ് അൺഓപ്പോസ്ഡ് ടു ദ ട്രാവൻകൂർ അസംബ്ലി. 1909 ജനിച്ച അക്കാമ ചെറിയാൻ കാഞ്ഞിരപ്പള്ളി, തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടുള്ള കാഞ്ഞിരപ്പള്ളിയിലാണ് എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. ഇനി അക്കാമ ചെറിയാൻ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എന്താ പറയുന്നത്? പല പേരുകളിൽ അക്കാമ ചെറിയാൻ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെ പേരുകളിലാണ് അക്കാമ ചെറിയാൻ അറിയപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ. അക്കാമ ചെറിയാൻ അറിയപ്പെടുന്ന ഒരു പേര് ജോവാൻ ഓഫ് ആർക്ക് ഓഫ് കേരള എന്ന പേരിലാണ്. ഏതാണ്? ജോവാൻ ഓഫ് ആർക്ക് ഓഫ് കേരള എന്ന പേരിലാണ്. അതുപോലെ തന്നെ മറ്റൊരു പേര് അയേൺ ലേഡി ഓഫ് കേരള എന്ന് കൂടിയുണ്ട്. ഏതാണ്? അയേൺ
ലേഡി ഓഫ് കേരള എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം ആലോചിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വേർഡാണ് ഐ ആം ദ ലീഡർ, ഷൂട്ട് മീ ഫസ്റ്റ് ബിഫോർ യു കിൽ അതേഴ്സ്. മറ്റുള്ളവരെ വെടിവെക്കുന്നതിന് മുൻപ്, കൊല്ലുന്നതിന് മുൻപ് എന്നെ കൊല്ലു, ഞാനാണ് ഇവരുടെ ലീഡർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരാളായിരുന്നു രാജധാനി മാർച്ച് നയിച്ച, അല്ലെ എല്ലാ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്തു, അല്ലെ എല്ലാവരും അറസ്റ്റ് ചെയ്ത സമയത്ത് അക്കാമ ചെറിയാനാണ് രാജധാനി മാർച്ച് നടത്തുന്നത്. തമ്പാനൂരിൽ നിന്ന് കവടിയാറിലേക്ക് രാജാവിന്റെ പിറന്നാളിന്റെ സമയത്ത് എന്ത് ചെയ്യുകയാണ്, നടത്തുകയാണ്, അല്ലെ അദ്ദേഹത്തിന്റെ ചെവിയിൽ എന്ത് ചെയ്യണം, വിവരങ്ങൾ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് രാജധാനി മാർച്ച് നടത്തുകയാണ്. അതിനെതിരെ പോലീസ് വെടിവെപ്പ് നടത്തുന്നുണ്ട്. അപ്പോഴാണ് ഇവരെ ധൈര്യത്തോടുകൂടി പറയുന്നത് എന്നെ ആദ്യം വെടിവെക്കൂ, ഞാനാണിത് നയിക്കുന്നത് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത് അക്കാമ ചെറിയാൻ ആയിരുന്നു. മഹാത്മാഗാന്ധി ഈ സമയത്ത് അവരെ എന്ത് വിളിക്കുന്നുണ്ട്, ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന് വിളിക്കുന്നുണ്ട്. ദേശസേവിക സംഘം ഫൗണ്ടറാണ്. അക്കാമ ചെറിയാന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം. ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും PSCയുടെ വിവിധ എക്സാമുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോന്നും പ്രത്യേകം തിരിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യമല്ല, അടുത്ത പോയിന്റ് ദാക്ഷായണി വേലായുധനെ കുറിച്ചാണ്. നോക്കൂ, ദാക്ഷായണി വേലായുധനാണ് വാസ് ദ ഓൺലി ദളിത് വുമൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ദാക്ഷായണി വേലായുധനായിരുന്നു, ഷീ വാസ് ദ ഓൺലി ദളിത് വുമൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇത് പ്രത്യേകം എന്ത് ചെയ്യുക, ആലോചിക്കുക. ഇനി ദാക്ഷായണി വേലായുധനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ. ഷീ വാസ് ദ ഫസ്റ്റ് SC വുമൺ ടു ഗ്രാജുവേറ്റ്, അതായത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആവപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആളായിട്ട് കണക്കാക്കപ്പെടുന്ന ആരാണ്, ദാക്ഷായണി വേലായുധനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഷീ വാസ് എ മെമ്പർ ഓഫ് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. മനസ്സിലാവുന്നുണ്ടോ? സയൻസ് ഗ്രാജുവേറ്റ് ആയിരുന്നു ഇവർ. അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദ്യമായിട്ട് അപ്പർ ക്ലോത്ത്, മേൽവസ്ത്രം ധരിക്കുന്ന ആദ്യത്തെ ആളായിരുന്നു. ഷീ വാസ് ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് വുമൺ ടു ഗ്രാജുവേറ്റ് ഇൻ ഇന്ത്യ. ഒരു സയൻസ് ഗ്രാജുവേറ്റ് ആയിരുന്നു, നേരത്തെ പറഞ്ഞതുപോലെ. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ എന്താ പറയുക, 9 ഫീമെയിൽ മെമ്പർമാർ എന്താണ് ഉണ്ടായിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. എന്താ പറയുന്നത്, ഒരു ഫീമെയിൽ മെമ്പർ ദാക്ഷായണി വേലായുധനായിരുന്നു. മനസ്സിലാവുന്നത്? ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്നിച്ച് ചേർത്ത് ആലോചിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാര്യം വിക്കിപീഡിയയിൽ നോക്കിയപ്പോൾ കണ്ടത്, ദാക്ഷായണി വേലായുധനാണ് ആദ്യമായിട്ട് മേൽമുണ്ട് ധരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം എന്താ വെച്ചാൽ, ദാക്ഷായണി വേലായുധന്റെ തന്നെ മൂത്ത സഹോദരി ആയിട്ടുള്ള, അതുപോലെ തന്നെ പറയുന്നത് അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെ അമ്മയുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവർ രണ്ടുപേരും എന്താണ്, ഇതിന് നേരത്തെ മേൽവസ്ത്രം ധരിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ അതിലൊരു തർക്കമുണ്ട്. ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. At the age of 34, she was one of the youngest and the only Dalit woman member of the Constituent Assembly. Also, ദാക്ഷായണി വേലായുധൻ അവാർഡ് ഇപ്പോൾ ഗവൺമെന്റ് തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാവും? ദാക്ഷായണി വേലായുധൻ അവാർഡ് ആർക്കാണ്? ഫോർ വിമൻ ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു എംപവറിംഗ് അതർ വിമൻ ഇൻ ദ സ്റ്റേറ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക, പ്രത്യേകം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. കൃത്യമാണല്ലോ? 2019 ബജറ്റിലാണിത് പ്രഖ്യാപിക്കപ്പെട്ടത്. 2019 ബജറ്റിൽ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും കൂടി ഓർക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ, എന്താണെന്നുള്ളത്. ദ AR NAP കമ്മീഷൻ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് AR NAP കമ്മീഷൻ ഇരിക്കുന്നത്? കൃത്യമായിട്ട് അറിയാമല്ലോ, നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും വാഗൺ ട്രാജഡി, അല്ലെ? ഏതാണ് വാഗൺ ട്രാജഡി? എന്തായിരുന്നു? 1921 നടന്നിട്ടുണ്ടായിരുന്ന 61 തടവുകാരുടെ എന്താ പറയുക, മരണത്തിന് കാരണമായിരുന്ന, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് 61 എന്താ പറയുക പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു ട്രാജഡി ആയിരുന്നു, ദുരന്തമായിരുന്നു ഇത് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്, അല്ലെ? എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതായത് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മാപ്പിളമാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുകയാണ്, 1921 ഒരു ട്രെയിനിൻ്റെ ഉള്ളിൽ, ഒരു ഗുഡ്സ് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറച്ച് കൊണ്ടുപോവുകയാണ്. ശ്വാസം കിട്ടാതെ കനത്ത ചൂടിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് എന്ത് ചെയ്യുകയാണ്, അതിലെ ഭൂരിഭാഗം ആളുകളും മരണപ്പെടുകയാണ്. 61 പേരാണ് മരിച്ചത് എന്നാണ് ഒഫീഷ്യലായിട്ട് പറയുന്നത്. അതിലും കൂടുതൽ ആളുകൾ മരിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ കാര്യത്തിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ആർതർ റൗലാൻഡ് നാപ്പ് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ വെക്കുന്നുണ്ട്. ഇവർ പക്ഷേ പറയുന്നത് എന്താണ്, ലോക്കൽ ആയിട്ടുള്ള ട്രാഫിക് ഇൻസ്പെക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, അതായത് റെയിൽവേ കമ്പനിയും ലോക്കൽ ട്രാഫിക് ഇൻസ്പെക്ടറുമാണ് ഇതിന് കാരണം, പ്രൈമറി റെസ്പോൺസിബിൾ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇവർ കൊടുക്കുന്നത്. അപ്പോൾ നാപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, വാഗൺ ട്രാജഡി. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? PC കുഞ്ഞിരാമൻ അടിയോടി വാസ് എ മാർട്ടിയർ ഡ്യൂറിംഗ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഇൻ കേരള. The famous കോഴഞ്ചേരി പ്രസംഗം by C. കേശവൻ വാസ് ഡെലിവേർഡ് ഡ്യൂറിംഗ് മലബാർ റിബല്ലിയൻ. 2 സ്റ്റേറ്റ്മെന്റുകൾ നോക്കൂ. PC കുഞ്ഞിരാമൻ അടിയോടി മാർട്ടിയർ ആയത് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ബെല്ലാരിയിലെ ജയിലിൽ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം നിരാഹാരം കിടക്കുകയും 43 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയുമാണ്
ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. PC കുഞ്ഞിരാമൻ അടിയോടി. ദെൻ ദ ഫേമസ് കോഴഞ്ചേരി പ്രസംഗം C കേശവനാണ് നടത്തുന്നത്. അത് ചോദ്യമായി വന്നിട്ടുണ്ട്. എപ്പോഴാണ്, എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലാതെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിട്ട് അല്ല. എന്തായിരുന്നു നിവർത്തന പ്രക്ഷോഭം? നിവർത്തന പ്രക്ഷോഭം ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം കമ്മ്യൂണിറ്റികൾക്ക് എന്ത് ചെയ്യണം? ലെജിസ്ലേച്ചറിൽ ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റുകളിലൊക്കെ ആവശ്യമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഇല്ല, ദേ ആർ അണ്ടർ റെപ്രസെൻറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. മനസ്സിലാവുന്നുണ്ടോ? സോ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, ജനസംഖ്യയ്ക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് റെപ്രസെൻറ്റേഷൻ ആവശ്യമാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും അതുപോലെ തന്നെ എന്താ പറയുക ജോലികളിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് നിവർത്തന പ്രക്ഷോഭം എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലീഡർമാർ? NV ജോസഫ്, C കേശവൻ, TM വർഗീസ് തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ആയിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, KPR ഗോപാലൻ ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്ട്രൈക്ക്? ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് KPR ഗോപാലൻ എന്നതാണ് ചോദ്യം. ഏതാണ് KPR ഗോപാലൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കേണ്ടതുണ്ട്, മോറഴ പ്രൊട്ടസ്റ്റ് ആണ്. 1940 നടക്കുന്ന മോറഴ പ്രൊട്ടസ്റ്റ്. എന്താണ് മോറഴ പ്രൊട്ടസ്റ്റിന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതായത് സെപ്റ്റംബർ 15, 1940 എന്ത് നടക്കുകയാണ്? കണ്ണൂരിലുള്ള, ഇത് ഓർക്കണേ, കണ്ണൂരിലാണെന്ന് ഓർക്കണേ, കണ്ണൂരിലുള്ള മോറഴയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ നടക്കുന്ന സമയത്ത് അതായത് 1940 എന്ന് പറയുന്ന സമയത്ത് World War II കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. ഇതിന്റെ റിപ്പർക്കേഷൻസ് ഇന്ത്യയിലേക്ക് കിട്ടുന്നത്. കാരണം ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള എല്ലാ റിസോഴ്സസും അങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ എന്താ പറയുക, ലെതറാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ പരുത്തി തുണികളാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ധാന്യങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാം കയറ്റിയിട്ട് ബ്രിട്ടീഷ് ട്രൂപ്പുകൾക്ക് യുദ്ധത്തിന്റെ സ്ഥലത്തേക്ക് ഇവയൊക്കെ അയച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാം അല്ലേ, വളരെ ഫേമസ് ആയിട്ട് ശശി തരൂരിന്റെ ആ ഒരു ഹാർഡ് വേർഡിൽ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് അല്ലേ, ബംഗാളിൽ അതിശക്തമായിട്ടുള്ള വരൾച്ചയല്ല, എന്താ പറയുക, പട്ടിണി തുടങ്ങുകയാണ് അല്ല, ആളുകൾക്ക് എന്തില്ല, കഴിക്കാൻ ക്ഷാമമാണ്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടുള്ള ക്ഷാമമല്ല, അവിടെ അവർക്ക് ബംഗാളിലെ ജനങ്ങൾക്ക് കഴിക്കാനുള്ള അരിയും മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യുകയാണ്? അവയൊക്കെ കപ്പൽ കയറ്റി ബ്രിട്ടീഷുകാർ യുദ്ധത്തിന് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ പട്ടാളക്കാർക്ക് അവരുടെ പട്ടാളക്കാർക്ക് കൊടുക്കാൻ കൊണ്ടുപോവാണ്. എന്നിട്ട് ഇവിടുത്തെ ബംഗാളിലെ അവസ്ഥ കണ്ട് വെള്ളക്കാരായിട്ടുള്ള ഇവിടുത്തെ തന്നെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ തന്നെ എഴുതുന്നുണ്ട് ബ്രിട്ടനിലേക്ക്, വളരെ പരിതാപകരമാണ് സ്ഥിതി എന്ന്. അപ്പൊ തിരിച്ച് ഒരുപാട് ആളുകൾ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എഴുതിയ സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ അതിന്റെ സൈഡിൽ എഴുതി ഇത്ര എന്താണ്? വൈ ഹാസൻ ഗാന്ധി ഡൈഡ് യെറ്റ്? എന്താണ് ഗാന്ധി എന്നിട്ടും മരിച്ചില്ലേ എന്ന് സൈഡിൽ എഴുതുകയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ ചെയ്ത് എന്ന് ശശി തരൂരിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രസംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ബേസിക്കലി ബ്രിട്ടീഷുകാർ ഈ വാർ ടൈം ഇന്ത്യയിൽ അതിരൂക്ഷമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. ഈ വാർ ടൈം എക്കണോമിക് ഹാർഡ്ഷിപ്പ്, ഈ യുദ്ധകാലത്ത് ഉണ്ടായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള എന്താ പറയുക രൂക്ഷമായിട്ടുള്ള അവസ്ഥ, അത് വയലൻ്റ് ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷനിലേക്കും സമരത്തിലേക്കും പോവുകയാണ്. ഈ വയലൻ്റ് ആയിട്ടുള്ള സമരം 2 പോലീസുകാരുടെ മരണത്തിന് കാരണമാവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുമായി ബന്ധപ്പെട്ടിട്ട് KPR ഗോപാലൻ എന്ന് പറയുന്ന KPR എന്നറിയപ്പെട്ടിരുന്ന KPR ഗോപാലനെ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് ഡെത്ത് സെന്റൻസിന്, വധശിക്ഷയ്ക്ക് വിധിക്കുന്നുണ്ട്. ആദ്യം ജീവപര്യന്തമായിരുന്നു എല്ലാവർക്കും. പിന്നീട് മദ്രാസ് കോടതിയിലേക്ക് പോയപ്പോൾ മദ്രാസിലെ ഹൈക്കോടതി എന്ത് ചെയ്യുകയാണ്? ഇദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിക്കും? AKG ഉൾപ്പെടെയുള്ള ആളുകളും മറ്റുമൊക്കെ ഇടപെട്ട് പല ആളുകളുടെയും എന്താ പറയുക തുടർച്ച, അതായത് ഈ ഒരു സമരം ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലേക്ക് സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നുണ്ട്, ഇവരെ ഒന്നും ചെയ്യരുത് എന്നിട്ട് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ വധശിക്ഷ റദ്ദാക്കാൻ മുന്നിട്ടിറങ്ങുകയും അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹത്തിന്റെ വധശിക്ഷ റദ്ദാക്കിയിട്ട് ജീവപര്യന്തമാക്കുകയും, പക്ഷേ പിന്നീട് കോൺഗ്രസ് മിനിസ്ട്രി ഇന്ററിം ഗവൺമെന്റ് വരുന്ന സമയത്ത് ഇദ്ദേഹത്തെ മോചിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള മോറഴ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കണ്ണൂരിലാണ്. KPR ഗോപാലൻ എന്ന പേര് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ എന്താണെന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? The 75th anniversary of Kayyur Samaram was held in the year 2016. One of the most significant events of the civil disobedience movement in Kerala is the Keezhariyur bomb case. M. Karthayani Amma was the leader of the Thol Viraga Samaram. ഇത്രയും സ്റ്റേറ്റ്മെന്റുകളാണ് ചെയ്തിട്ടുള്ളത്, ഇവിടെ തന്നിട്ടുള്ളത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. നോക്കൂ, കയ്യൂർ സമരത്തിന് 75ാമത് വാർഷികം 2016 തന്നെ ആയിരുന്നു. ഏത് വർഷമാണ്? 1941 കയ്യൂർ സമരം നടക്കുന്നത്.
കാസർഗോഡാണ് നടക്കുന്നത്. എവിടെയാണ്? കാസർഗോഡാണ് നടക്കുന്നത്. ഈ കയ്യൂർ സമരം ഒരു പെസന്റ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു, ഒരു കർഷകരുടെ എന്താ പറയുന്നത് ഒരു സമരമായിരുന്നു. അപ്പോൾ ഇത് അടിസ്ഥാനപരമായിട്ട് ഫ്യൂഡലിസ്റ്റ് ഇമ്പീരിയലിസ്റ്റ് പോളിസികൾക്കെതിരായിട്ട് നടന്നൊരു സമരമായിരുന്നു. ഇതിൽ പക്ഷേ ഒരു സുബ്ബരായൻ എന്ന് പറയുന്ന ഒരു ഒരു പോലീസ് കോൺസ്റ്റബിൾ മരണപ്പെടുന്നുണ്ട്. ഇദ്ദേഹം അക്രമകാരികൾ എന്നവരെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. സമരക്കാരെന്ത് ചെയ്യുകയാണ്? പോലീസുകാർക്കെതിരായിട്ട് തിരിയുന്നതോട് കൂടിയിട്ട് പോലീസുകാർ 4 വഴിക്ക് ഓടുകയാണ്. ഇങ്ങനെ ഓടിയ ഒരു പോലീസുകാരൻ, എനിക്ക് തോന്നുന്നു ഇദ്ദേഹം സുബ്രായൻ എന്ന് പറഞ്ഞ ഇദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ജലാശയത്തിൽ, പുഴയിലേക്കോ എന്തെങ്കിലും കുളത്തിലോ ഒന്ന് വീഴുകയും മരണപ്പെടുകയും ചെയ്തു എന്നാണ് എനിക്ക് വായിച്ചൊരു ഓർമ്മ. ഓക്കെ, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, എൻ്റെ ഓർമ്മ അങ്ങനെയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ഒരു പോലീസുകാരൻ്റെ മരണത്തിനിടയാക്കിയത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? 4 പ്രൊട്ടസ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെ തൂക്കിക്കൊല്ലുന്നുണ്ട്. 943 ഇവരെ തൂക്കിക്കൊല്ലുകയാണ്, തൂക്കിലേറ്റുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കാസർഗോഡാണ് നടക്കുന്നത്. 61 പേര് എന്ത് ചെയ്യുന്നുണ്ട്? അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേസായിരുന്നു. അതിലാകുന്നുണ്ടോ? കോഴിക്കോടാണ് നടക്കുന്നത്. 942 ജനുവരി 17 ഇതിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മേജർ പേഴ്സണാലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന കാര്യവും ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ സ്വാതന്ത്ര്യവുമായി അടുക്കുന്ന സമയത്ത് നടന്ന ഇത്തരം സമരങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി തോൽവിറക് സമരവും ഇതുപോലെ തന്നെ നടന്ന 946 നടന്നൊരു സമരമായിരുന്നു. കാസർഗോഡിലെ ചീമേനി, അതുപോലെ ചെറുവത്തൂർ എന്ന് കേട്ടിട്ടില്ലേ? ചെറുവത്തൂരിൻ്റെ അടുത്തുള്ള ചീമേനിയിലാണ് ഇത് നടക്കുന്നത്. കാസർഗോഡാണ്. മനസ്സിലാവുണ്ടോ? ഇതിൻ്റെ ലീഡറായിട്ട് നിന്ന ഒരാളായിരുന്നു കാർത്തിയായനി അമ്മ. ആരായിരുന്നു? കാർത്തിയായനി അമ്മ. പ്രത്യേകം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ചീമേനി കാടുകളാണ്. മനസ്സിലാവുന്നുണ്ട്? അവിടുത്തെ അവരുടേതായിട്ടുള്ള എന്താ പറയുക, അവർക്ക് പണ്ട് മുതലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ രീതികളുണ്ട് അല്ലേ? ഈ വിറക് എന്താ പറയുക, അതുപോലെ തന്നെ എന്താ പറയുക, അവയുടെ തൊലി ഇതൊക്കെ എടുക്കലും വിൽക്കലും അത് പ്രോസസ്സ് ചെയ്യലൊക്കെ, ഇതിനൊക്കെ എന്ത് ചെയ്യുകയാണ്? എതിർപ്പുകൾ ഫോറസ്റ്റ് തലത്തിൽ പുതിയ നിയമങ്ങൾ വന്നപ്പോൾ ഇതിനെതിരായിട്ട് നടന്നിട്ടുള്ള സമരമായിരുന്നു ഈ ഒരു ചീമേനിയിൽ നടന്നിട്ടുള്ള ഈ ഒരു സമരം, തോൽവിറക് സമരം എന്ന കാര്യം എന്ത് ചെയ്യുക? ആലോചിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യം നോക്കൂ. തുലാം 10 സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രാഷ്ട്രീയ സംഭവമാണ് എന്നാണ് ചോദിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള പുന്നപ്ര വയലാർ സമരമാണ് തുലാം 10 സമരം. കാരണം തുലാമാസം 7-ാം തീയതി തുടങ്ങി 10-ാം തീയതി അവസാനിച്ച സമരമായിരുന്നു ഇത്. ഒക്ടോബർ 24 മുതൽ 27 വരെയുള്ള 946 നടക്കുന്നത് അല്ലെ. ഇത് ദിവാനായിട്ടുള്ള സർ CP രാമസ്വാമി ഇത് തിരുവിതാംകൂർ ഒരു സ്ഥലത്തും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതായത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ഒന്നും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കുകയും അമേരിക്കൻ മോഡലിലുള്ള ഒരു ഭരണവ്യവസ്ഥ അവിടെ കൊണ്ടുവരികയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഈ അമേരിക്കൻ മോഡൽ കൊണ്ടിട്ട് അറബിക്കടലിൽ കളയാൻ പറഞ്ഞുകൊണ്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള സമരം ആരംഭിക്കുകയാണ്. ഒരുപാട് പേര് മരണപ്പെട്ട, പോലീസുകാർ അതിരൂക്ഷമായിട്ട് വെടിവെച്ച് ആളുകളെ അങ്ങ് കൊന്നു തീർക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലാണ് ഈ സമരം എന്ത് ചെയ്യുന്നത്? ഇതിനെ നേരിടുന്നത്. പിന്നീട് ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ദിവാനായിട്ടുള്ള സർ CP രാമസ്വാമിയെ അതോട് പണ്ട് മുതലേ നോട്ടപ്പുള്ളിയായിരുന്നു, ഇതോടുകൂടി വലിയ നോട്ടപ്പുള്ളിയായിട്ട് മാറുകയും ഒരു സംഗീത പരിപാടിക്കിടയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുകയാണ്? വെട്ടേൽക്കുകയും ചെയ്യുകയാണ്. അതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നു? തിരുവിതാംകൂർ വിട്ട് അടുത്ത മാസം അദ്ദേഹം രാജിവെച്ച് പോകുന്നു. തിരുവിതാംകൂർ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് ചേരാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ അത് ആ പ്രശ്നം അവസാനിക്കുകയും ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരുകൾ TV തോമസ്, R സുഗതൻ, S കുമാരൻ തുടങ്ങിയ പേരുകൾ എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ പുന്നപ്ര വയലാറിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഒരു ശ്രീ VS അച്യുതാനന്ദൻ. Then which of the following statements is or are correct? The first strike in Kerala after independence is കൂത്താളി സമരം. ഏതാണ്? കൂത്താളി സമരമാണ് ഏറ്റവും ആദ്യത്തെ സമരം എന്ന് പറയുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം IK കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇത് ശരിയാണെന്ന് നമുക്കറിയാം അല്ലെ, അതിൽ സംശയമൊന്നുമില്ല. ഇനി ആദ്യ സമരം ഏതാണ്? ഇത് തന്നെയാണോ? അല്ല. ഏതാണ്? ഫസ്റ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആദ്യത്തെ സ്ട്രൈക്ക് പാലിയം സത്യാഗ്രഹമായിരുന്നു. 947 ഡിസംബറിലാണ് പാലിയം സത്യാഗ്രഹം. അത് അൺടച്ചബിൾസ് ആയിട്ടുള്ള ആളുകൾക്ക് കൊച്ചിയിൽ നമ്മളുടെ പണ്ടത്തെ പാലിയത്തച്ഛൻ ഉണ്ടായിരുന്നു അല്ലേ, അദ്ദേഹത്തിൻ്റെ തറവാടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. എവിടെയാണ്? ചേന്നമംഗലം ഹൗസ് എന്ന് അത് അറിയപ്പെടുന്നത്. മനസ്സിലാണ്ടോ? ഈ പാലിയത്തച്ഛൻ്റെ ഈ പാലിയം എന്താ പറയുക, വീടിന് ചുറ്റുമായിട്ടുള്ള വഴികളിലൂടെ അവർണരായിട്ടുള്ള ആളുകൾക്ക് നടക്കാൻ പാടില്ല എന്നായിരുന്നു. അപ്പോൾ കൊച്ചി കിങ്ഡവുമായി ബന്ധപ്പെട്ടാണ് സമരം എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇതിനെതിരെ സമരം നടക്കുന്നു, തിരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ നടക്കുന്ന സമരമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലേക്ക് വരുന്നുണ്ട്. ഈ സത്യാഗ്രഹം ഇനിഷ്യേറ്റ് ചെയ്യുന്നത് C കേശവനായിരുന്നു. 947 ഡിസംബർ 4 എന്ത് ചെയ്യുന്നത്? ഈ സത്യാഗ്രഹം നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ തുടർന്ന്
സത്യഗ്രഹീതരായിട്ടുള്ള ആരാണ്? ഒരാളായിട്ടുള്ള AG വേലായുധൻ മരണപ്പെടുന്നുണ്ട്. ഇതിനെ തുടർന്ന് എന്ത് ചെയ്യുകയാണ്? സത്യാഗ്രഹം വിഡ്രോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്, വിഡ്രോ ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 1948 എല്ലാ ടെമ്പിൾസും കൊച്ചിയിൽ എന്ത് ചെയ്യുകയാണ്? എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ടും ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. അതോടുകൂടിയിട്ട് പാലിയം എന്താ പറയുക, വീടിന് ചുറ്റുമായിട്ടും എന്ത് ചെയ്യുകയാണ്? എല്ലാവർക്കും നടക്കാനായിട്ടുള്ള അവകാശമൊക്കെ ലഭിക്കുകയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. IK കുമാരൻ മാസ്റ്റർ എന്തിനാണ് ഫ്രഞ്ച് റൂളിൽ നിന്ന് മാഹിയെ ഇൻഡിപെൻഡന്റ് ആക്കാനുള്ള സമരത്തിന്റെ ഭാഗമായിരുന്നു? മഹാജനസഭ വാസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദിസ് സ്ട്രൈക്ക്. അല്ലെ, മാഹി വിമോചന സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് IK കുമാരൻ മാസ്റ്ററുടെ പേര് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ഹു വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC വെൻ ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ജനുവരി 1921? 1921 എക്സിസ്റ്റൻസിലേക്ക് വന്ന സമയത്ത് KPCCയുടേതായിട്ടുള്ള ഫസ്റ്റ് സെക്രട്ടറി ആരായിരുന്നു എന്നാണ് ചോദ്യം. സംശയങ്ങളൊന്നും ഉണ്ടാവരുത്. K. മാധവൻ നായർ. അല്ലേ, was the first secretary. U. Gopala Menon was the joint secretary of KPCC. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്താണ്? സ്റ്റേറ്റ് യൂണിറ്റ് ആണ്. അല്ലെ, ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? 1921 എന്ത് ചെയ്യുകയാണ്? ഈ രീതിയിൽ ഓരോരോ സ്ഥലത്ത് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ. അങ്ങനെയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത് എന്ന് ഓർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 1921 അതോടുകൂടി എന്താണ്? ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് നടക്കുകയാണ്. അല്ലെ, കേരളത്തിന്റെ ഉള്ളിൽ കോൺഗ്രസ് എന്ന തലത്തിലൊരു 1921 എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് നടക്കുന്നുണ്ട്. ഇത് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന T. പ്രകാശമാണ് എന്ത് ചെയ്യുന്നത്? ഇനാഗുറേറ്റ് ചെയ്ത് പാലക്കാട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. ദ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, അല്ലെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് മോഷൻ, സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം വാസ് പ്രസന്റഡ് ഇൻ ദ പയ്യന്നൂർ കോൺഫറൻസ് ഓഫ് 1928 ബൈ K. കേളപ്പൻ എന്ന് പറയുന്നു. ദ തിരുക്കൊച്ചി സ്റ്റേറ്റ് വാസ് ഫോംഡ് ഇൻ ജൂലൈ 1949 എന്ന് പറയുന്നു. കാസർഗോഡ് താലൂക്കും ഹൊസ്ദുർഗ് താലൂക്കും ഓഫ് സദേൺ കർണാടക, സൗത്ത് കർണാടകയിൽ ഈ രണ്ട് താലൂക്കുകൾ കേരളവുമായി ജോയിൻ ചെയ്ത് നവംബർ 1, 1956 ആസ് പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് എന്ത് ചെയ്യുന്നു? പറയുന്നു. ശരിയാണോ? നോക്കൂ, ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ ശരിയാണ്. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം എന്ത് ചെയ്യുന്നുണ്ട്? പയ്യന്നൂർ സമ്മേളനത്തിൽ 1928 അവതരിപ്പിക്കുന്നത്. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഈ പയ്യന്നൂർ കോൺഫറൻസിന്റെ അധ്യക്ഷനായിട്ടുള്ളത്. പ്രിസൈഡഡ് ഓവർ ബൈ ജവഹർലാൽ. 1928 ഈ സമ്മേളനം നടക്കുന്നത്. അല്ലെ, K. കേളപ്പൻ അവതരിപ്പിക്കുന്ന ഈ സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് P. കേളു നായരാണ്. ആരാണ്? P. കേളു നായരാണ്. K. മാധവൻ നായരുടെ പേരും ഇതിനോടൊപ്പം കേൾക്കാറുണ്ട്. ദെൻ ദ കോൺഫറൻസ് ഓൾസോ ഡിമാൻഡഡ് എ സെപ്പറേറ്റ് കേരള സ്റ്റേറ്റ്, അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള കേരള സംസ്ഥാനം രൂപീകരിക്കണം എന്ന ഡിമാൻഡ് കൂടി ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് ജൂലൈ 1949 തന്നെയാണ്. സംശയമൊന്നും തന്നെ. തിരുവിതാംകൂറും കൊച്ചിയും ഒന്നിച്ചു ചേർത്ത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെടുകയായിരുന്നു. ഇനി ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രാജപ്രമുഖ് എന്ന് പറയുന്ന സ്ഥാനം ആരാണ് വഹിച്ചത്? തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു രാജപ്രമുഖ് സ്ഥാനത്തിലുണ്ടായിരുന്നത്. ഇനി കേരളം രൂപീകരിക്കപ്പെട്ടപ്പോൾ അടുത്ത പൊസിഷനിലേക്ക് പോയ ഇത് ക്രോണോളജിയാണ് കണ്ടോ. 1928 കേരളം രൂപീകരിക്കണം എന്ന് പറയുന്നു, തിരുക്കൊച്ചി രൂപീകരിക്കുന്നു. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? കേരള രൂപീകരണത്തിനെ കുറിച്ചാണ്. ഇതിൽ കാസർഗോഡ് താലൂക്കും ഹൊസ്ദുർഗ് താലൂക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് ചേർക്കപ്പെടുന്നുണ്ട്. കന്യാകുമാരി എന്ത് ചെയ്യുകയാണ്? അങ്ങോട്ട് വിട്ടുകൊടുക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളൊന്നും തന്നെ ഈ ഭാഗങ്ങളിൽ ഉണ്ടാകരുത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? നോക്കൂ, ഇവിടെ ഇൻകറക്റ്റ്. ഇത്രയും നേരം കറക്റ്റ് ട്രൂ ചോദിച്ചിട്ട് ഇവിടെ ഇൻകറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇരട്ട ഇൻകറക്റ്റ് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ത് ചെയ്യും? തെറ്റിപ്പോ. നോക്കൂ, ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഓഫ് കേരള ഇൻ 1957 വാസ് 114. 114 ആണോ ടോട്ടൽ മെമ്പർമാരുണ്ടായിരുന്നത്? അല്ല, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. The Minister of Transport and Labour during the first EMS ministry was TV Thomas. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഇവിടെ എന്താ? അപ്പോൾ 2 ഓൺലി ആണോ ആൻസർ? അല്ല, ഇൻകറക്റ്റ് ഏതെന്നാ ചോദ്യം. അപ്പൊ 1 ഓൺലി ആണ് ഇവിടുത്തെ ആൻസർ. മനസ്സിലായോ? നോക്കൂ, ഇപ്പോഴും എല്ലാവരും ചെയ്യും എന്താണ്? ഇൻകറക്റ്റോ കറക്റ്റോ എന്നൊന്നും നോക്കാണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി, അപ്പൊ 2 ഓൺലി മാർക്ക് ചെയ്തിട്ട് പോകും ശരിയായെന്ന് വെച്ചിട്ട്. പിന്നെ അവിടെ ചോദ്യം വായിക്കുക, ഇൻകറക്റ്റ് ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? സോ അത് വളരെ കൃത്യമായിട്ട് നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ, ചുരുക്കി പറയാം. ആകെ മെമ്പർമാർ ആദ്യത്തെ എന്താ പറയുക ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 127 പേരാണ്. ഇനി അപ്പൊ 114 എന്ന സംഖ്യക്ക് എന്താ പ്രത്യേകത? 114 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്, അതായത് 114 മണ്ഡലങ്ങളുണ്ട്. സംശയം ഇതെങ്ങനെ പിന്നെ 127 മെമ്പർമാർ? ഇതിൽ ഒരു മെമ്പർ നോമിനേറ്റഡ് മെമ്പറാ. അപ്പൊ അതിൽ സംശയമൊന്നുമില്ലല്ലോ.
+1 ഒരാൾ നോമിനേറ്റഡ് മെമ്പറാണ്. അപ്പോൾ ബാക്കി 126 പേർ എന്താണ് ഇലക്റ്റഡ് മെമ്പർമാരാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു 114 കോൺസ്റ്റിറ്റ്യുവൻസീസേ ഉള്ളൂ. 114 എങ്ങനെയാണ് 126 പേര് വരുന്നത്? ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ 12 കോൺസ്റ്റിറ്റ്യുവൻസീസ് ദ്വിമണ്ഡലങ്ങളായിരുന്നു, ദ്വയാംഗ മണ്ഡലങ്ങളാണ്. അതായത് 12 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ നിന്ന് 2 പേരെ വെച്ച് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര പേരായി? 24 പേരായി അല്ലേ. 114-ലെ 12 സീറ്റിൽ നിന്ന് 2 പേര് വെച്ചിട്ടാ. ബാക്കി എത്ര സീറ്റ് ഉണ്ട്? 112 സീറ്റ് ഉണ്ട്. 4 2 6. എവിടെയാണ് തെറ്റിപ്പോയത്? എവിടെയോ തെറ്റിപ്പോയല്ലോ ചെറുതായിട്ട് അല്ലേ. തെറ്റിയ സ്ഥലം കണ്ടുപിടിക്കണ്ടേ? നോക്കാം, ഒന്നുകൂടി കണക്ക് നോക്കാം. എവിടെയാണ് തെറ്റിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ 12 എണ്ണം എന്താ പറയുക, 2 മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. 12 എണ്ണം 2 മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി എത്രയാണ്? 114 അല്ലല്ലോ, എത്രയാണ്? 102 വരുന്നത് അല്ലേ. 114-ൽ 12 പോയാൽ എത്രയാണ്? 102. 112 അല്ല, 102 വരുന്നത് അല്ലേ. 102 12 പേരുടെ ദ്വയാംഗങ്ങൾ വരുന്ന സമയത്ത് എത്രയാണ്? 24 അല്ലേ. അപ്പോൾ 4 2 6 2 126. പിന്നെ ഒരു പ്ലസ് ഒരു നോമിനേറ്റഡ് മെമ്പർ കൂടി ആകുമ്പോൾ എത്രയായി? 127 പേര് അങ്ങനെയാണ് മെമ്പർമാരാവുന്നത് അല്ലേ. എൻ്റെ കണക്കൊന്നും ആദ്യം തെറ്റിയത്, ആദ്യം തന്നെ തെറ്റിച്ചു ഞാൻ, അതുകൊണ്ടാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ 24 12 × 2 ആണ്. 12 ദ്വയാംഗ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ഓർത്ത് വെക്കാനായിട്ട് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ. ഇനി മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട മിനിസ്ട്രി മെമ്പേഴ്സിനൊക്കെ ഓർത്ത് വെക്കണം. ചീഫ് മിനിസ്റ്റർ EMS ആയിരുന്നു, ഫൈനാൻസ് C അച്യുതമേനോൻ, ഫുഡ് ഫോറസ്റ്റ് KC ജോർജ്, ഇൻഡസ്ട്രി KP ഗോപാലൻ, റവന്യൂ KR ഗൗരിയമ്മ. അങ്ങനെയാണ് പോകുന്നുണ്ടായിരുന്നത് എന്ന് ഓർക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഹൂ കോയിൻഡ് ദ ടേം വിമോചന സമരം? ആരാണ്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ. കോൺഗ്രസ് ലീഡർ ആയിട്ടുള്ള പനമ്പിള്ളി ഗോവിന്ദമേനോനാണ് വിമോചന സമരം എന്ന് പറയുന്ന, അതല്ലേ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരായിട്ട് നടന്നിട്ടുള്ള, ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരായിട്ട് നടന്നിട്ടുള്ള അതിശക്തമായ സമരമായിരുന്നു ഈ ലിബറേഷൻ സ്ട്രഗിൾ അല്ലെ. ആന്റി കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അത് 958 മുതൽ 959 വരെ നടക്കുകയും അവസാനം ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുകയാണ്? അവസാനം പ്രസിഡന്റിനോട് എന്ത് പറയുകയാണ്? പിരിച്ചുവിടാനായിട്ട് പറയുക. ജവഹർലാൽ നെഹ്റുവിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് നിർബന്ധിച്ചിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. ഇനി എഡ്യൂക്കേഷൻ ബില്ല് അവതരിപ്പിക്കപ്പെട്ടു, ലാൻഡ് റിഫോം ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. ഇത് രണ്ടും കാതലായ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ബില്ലുകളായിരുന്നു. ഇത് തന്നെയായിരുന്നു മേജർ റീസൺ ഫോർ ദ പ്രൊട്ടസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. മന്നത്ത് പത്മനാഭൻ നയിച്ചിട്ടുണ്ടായിരുന്ന എന്താ പറയുക പ്രൊട്ടസ്റ്റ് ജീവശിഖ ജാഥയ്ക്ക് വേണ്ടിയിട്ട് ഫേമസ് ആണ്. ജീവശിഖ യാത്ര ആരാണ് നടത്തിയത്? മന്നത്ത് പത്മനാഭനാണ്. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് ഈ ജീവശിഖ യാത്ര നടന്നിരുന്നത്. ഓർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആൻഡ് ഇനാഗുറേഷൻ ഓഫ് HMT. കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും HMTയുടെയും ഉദ്ഘാടനം പ്രസിഡന്റ്സ് റൂളിന്റെ സമയത്ത് നടന്നു കേരളത്തിൽ എന്ന് പറയുന്നു. ദെൻ ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ടു പ്രസന്റ് ദ ബജറ്റ് ഈസ് പട്ടം താണുപിള്ളൈ എന്നും പറയുന്നു. എന്താണ് തോന്നുന്നത്? നോക്കൂ, ഇതിൽ ആദ്യ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. അതായത് ഇന്ദിരാഗാന്ധിയാണ് 1966 ഇത് രണ്ടും KTDCയും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ HMTയും ഉദ്ഘാടനം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 1966 ഈ സമയത്ത് കേരളം പ്രസിഡന്റ്സ് റൂളിന്റെ അടിയിലാണ്. 1964 മുതൽ 67 വരെയുള്ള സമയമാണ്. ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ടു പ്രസന്റ് ദ ബജറ്റ് ആരായിരുന്നു? R. ശങ്കർ ആയിരുന്നു. ഒരു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു? അതും R. ശങ്കർ ആയിരുന്നു. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ എന്താ പറയുക ഓർത്തിരിക്കേണ്ട ചില ആളുകളും സംഭവങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്, ആത്മകഥയാണ്? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. മെമ്മോയേഴ്സ് ഓഫ് എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഏത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്മകഥയാണ്? ആരുടെയാണ്? PK വാസുദേവൻ നായർ അല്ലെ. PKV എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന CPIയുടെ പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻ ആയിരുന്ന ഒരാളായിരുന്നു PK വാസുദേവൻ നായർ. ഇദ്ദേഹം നമ്മളുടെ 9ാമത് മുഖ്യമന്ത്രിയായിരുന്നു 1978 മുതൽ 79 വരെയുള്ള കാലഘട്ടത്തിൽ. ഹി വാസ് എ ജേർണലിസ്റ്റ് ആൻഡ് എ റൈറ്റർ ഹു ഓൾസോ സെർവ്ഡ് ആസ് ദ എഡിറ്റർ ഓഫ് ദ മലയാളം ന്യൂസ് പേപ്പർ ജനയുഗം ആൻഡ് ദ വീക്ക്ലി നവയുഗം. രണ്ടും ആരുടെയാണ്? CPIയുടെ പബ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇനി ബാക്കി ചില പേരുകളിൽ തന്നിരുന്നു അല്ലേ. AK ഗോപാലിൻ്റെ ആത്മകഥ ഏതാണ്? എൻ്റെ ജീവിതകഥ, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏതാണ്? കൊഴിഞ്ഞ ഇലകൾ. EK നയനാർ ഒന്നിൽ കൂടുതൽ ആത്മകഥകൾ എന്താണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? മൈ സ്ട്രഗിൾസ് ആൻഡ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്താണ് പ്രതിഭകൾ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ ഒളിവുകാല സ്മൃതികൾ. ഇതൊക്കെ EK നയനാരുടെ ആത്മകഥാംശമുള്ള കൃതികളാണ്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ.
അടുത്തത് നോക്കൂ, കയ്യൂർ മൊറാഴ സമരങ്ങളുടെ ഭാഗമായ കേരളത്തിലെ മുഖ്യമന്ത്രി സംശയമൊന്നും വേണ്ട EK നായനാർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ EK നായനാരുടെ സഹോദരനുമൊക്കെ ആയിട്ട് എന്താണ് ഇതിലേക്ക് ചില ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? EK നായനാരാണ്. EK നായനാർ അതാണ്, ഇദ്ദേഹമാണ് EK നായനാർ വസ്ത ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹു വാസ് പാർട്ട് ഓഫ് ദിസ് ബോത്ത് ഓഫ് ദിസ് മൊറഴ ആൻഡ് കയ്യൂർ പെസന്റ് അപ്രൈസിങ്സ്. ഓക്കെ അല്ലേ? ഓർക്കുക, ചീഫ് മിനിസ്റ്റർ ആയിട്ട് 3 ടേംസ് ഇരുന്നിട്ടുണ്ട് 1980-ന്റെയും 2001-ന്റെയും ഇടയിൽ. ഹി വാസ് ദ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റ് CM ടു ഫിനിഷ് ദ ടേം ഓഫ് 5 വർഷം തേക്കുന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു ഇദ്ദേഹം. അതുപോലെ EK നായനാർ ഈസ് ദ ലോങ്സ്റ്റ് സർവിംഗ് ഹോൾഡർ ഓഫ് ദ CM ഓഫീസ്. CM ഓഫീസ് ഏറ്റവും കൂടുതൽ കാലം 10 വർഷവും 383 ദിവസവും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. AC ജോസ് in 1982 did the casting vote for the first time in Kerala. ആദ്യമായിട്ട് സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ട് 1982 AC ജോസ് ചെയ്തു എന്ന് പറയുന്നു. ട്രിവാൻഡ്രം എയർപോർട്ട് got the status of international airport during Nayanar ministry. The youngest chief minister of Kerala was AK Antony, who assumed the office at the age of 36. ശരിയായ സ്റ്റേറ്റ്മെന്റ്, ശരിയായ സ്റ്റേറ്റ്മെന്റ്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടും ആണ് ശരി, 2 തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം എന്താ? K കരുണാകരന്റെ മന്ത്രിസഭയുള്ള സമയത്ത് 1991 ഇന്റർനാഷണൽ എയർപോർട്ട് ആവുന്നത്. AC ജോസ് ഡ്യൂറിംഗ് ദ 6th അസംബ്ലി ഡിഡ് ദ കാസ്റ്റിംഗ് വോട്ട്. ഇറ്റ് വാസ് ഓൾസോ ദ ഷോർട്ടസ്റ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വിച്ച് ലാസ്റ്റഡ് ഓൺലി 1980 to 1982. AK ആന്റണി 36-ാമത്തെ വയസ്സിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിൽ 27, 1977 ഏതാണ്ട് 1 വർഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. KA റഹ്മാൻ ഏത് പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംശയങ്ങളൊന്നും വേണ്ട, ചാലിയാർ പ്രൊട്ടസ്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ എന്താ പറയുക? ഒരു പ്രകൃതി പ്രക്ഷോഭമായിട്ട് ആദ്യം പറയപ്പെടുന്ന ഒരു സമരങ്ങളിലൊന്നാണിത്. ഓക്കെ, മാവൂർ പ്രൊട്ടസ്റ്റ് എന്ന പേരിൽ കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. കോഴിക്കോട് അടുത്താണ് അല്ലെ ചാലിയാർ, നിങ്ങൾക്ക് അറിയാമല്ലോ നടക്കുന്നത്. KA റഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാമനിലയം എഗ്രിമെന്റ് ഏതുമായി ബന്ധപ്പെട്ടാണ്? ചാലിയാർ സമരമാണ്. രാമനിലയം തൃശ്ശൂരിലെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ വെച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റ് നടത്തുന്നത്. ആരാണ്? ഗ്വാളിയോർ റയോൺസ് ആണ് ചാലിയാർ മലിനീകരിച്ചിട്ടുണ്ടായിരുന്ന കമ്പനി, ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതുകൂടി ഓർത്ത് വെക്കാനായിട്ട് ചെയ്യുക, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, അപ്പോൾ നമ്മൾ 50 ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 50 ചോദ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 50 ചോദ്യങ്ങളിലൂടെ കേരളത്തിൻ്റെ യൂറോപ്യന്മാരുടെ അറൈവലും ഹിസ്റ്റോറിക്കൽ എന്താ പറയുക ലിറ്റററി സോഴ്സസ് ഹിസ്റ്റോറിക്കൽ അറൈവലുകൾ അങ്ങനെ പറഞ്ഞ എല്ലാം ആധുനിക 1956 ശേഷമുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ കേരള ഹിസ്റ്ററിയുടെ മിനി സ്റ്റഡി പ്ലാൻ നടത്തുകയും ആ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും ആ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ തരികയും അവയുടെ ഡീറ്റെയിൽ ഡിസ്കഷൻ തരികയും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിലായിരിക്കും നമ്മളുടെ പ്രധാനപ്പെട്ട സ്റ്റഡി പ്ലാനും എന്ത് ചെയ്യുന്നത് പോകുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക, പ്രത്യേകം കൂട്ടുകാരെ മനസ്സിലാക്കുക. കേട്ടിരുന്നതിന് കണ്ടിരുന്നതിന് വളരെയധികം നന്ദി. നമുക്ക് മെയിൻ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്